ليظهره على الدين كله وكفى بالله شهيدا. أشهد أن لا إله إلا الله وحده لا شريك له إقرارا به وتوحيدا، وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه الطيبين الطاهرين وسلم تسليما مزيدا. أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. وبعد، فيقول الله عز وجل في سورة الزمر: خلق السماوات والأرض بالحق يكبر الليل على النهار ويكبر النهار على الليل وسخر الشمس والقمر كل يجري لأجل مسمى ألا هو العزيز الغفار. അപ്പോ നമ്മൾ ഇനി വായിക്കാനുള്ളത് 5-ാമത്തെ ആയത്താണ്. 4 ആയത്തുകളാണ് നമുക്ക് ഇതുവരെ ഇതിൽ പൂർത്തിയാക്കാൻ പറ്റിയിട്ടുള്ളൂ. അത് സമയത്തിന്റെ ലഭ്യത കുറവ്, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അല്ലേ കിട്ടുന്നുള്ളൂ. 2-ാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ ആയത്തുകൾ നമ്മൾ കുറച്ചും കൂടി ആഴത്തിൽ പോകേണ്ട തരത്തിലുള്ള ആയത്തുകളാണ് വന്നത്. നമ്മളെ അത്തരം വിഷയങ്ങൾ മനസ്സിലാക്കി തന്നെ പോകണം എന്നതുകൊണ്ട് സമയമെടുത്തതാണ്. അതിൽ പലരും അത് ഹിഫ്ളാക്കിയിട്ടുണ്ട്, അത് ചൊല്ലിക്കേൾപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ നമ്മൾ വന്നിട്ടുള്ള ആയത്തുകളിലേക്ക് നിങ്ങളൊന്ന് കണ്ണോടിച്ചാൽ അറിയാം. തുടങ്ങിയത് തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം. പിന്നെ തുടർന്നുകൊണ്ട് അല്ലാഹ് പറഞ്ഞു: ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. 3-ാമത്തെ ആയത്ത്: അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ് والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار. അത് വളരെ ആഴത്തിൽ നമ്മളെ തൊടുന്ന ഒരായത്താണ്. അതുകൊണ്ടാണ് നമ്മൾ നന്നായി വിശദീകരിച്ചു പോയത്. പിന്നെ 4-ാമത്തെ ആയത്ത്: ലൗ അറാദല്ലാഹു അൻ യത്തഖിദ വലദൻ ലസ്തഫാ മിമ്മാ യഖ്ലുഖു മാ യശാ സുബ്ഹാനഹു ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ. ഇത്രയും ആയത്തുകളാണ്. അതിന് ശേഷമാണ് 5-ാമത്തെ ആയത്ത് വരുന്നത്. ഇത്രയും ആയത്തുകൾ നമ്മൾ വായിച്ചു, അതിന്റെ തഫ്സീറുകൾ നോക്കി. ഇതില് ഒന്നുകൂടെ ഞാൻ ബ്രീഫ് ചെയ്യാൻ വേണ്ടി ഒരു 5 മിനിറ്റ് അതിനുവേണ്ടി ഞാൻ ചെലവാക്കുന്നു. കാരണം എന്താന്ന് ചോദിച്ചാൽ ആ വിഷയത്തിന്റെ ഗൗരവം അങ്ങനെയാണ്. സാധാരണക്കാരായിട്ടുള്ള കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന, ഏറ്റവും അധികം അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിഷയം കൂടിയാണിത്. 4-ാമത്തെ ആയത്ത്: ലൗ അറാദല്ലാഹു അൻ യത്തഖിദ വലദൻ ലസ്തഫാ മിമ്മാ യഖ്ലുഖു മാ യശാ സുബ്ഹാനഹു ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ. അതിന്റെ തഫ്സീർ മുഴുവൻ വായിച്ചിട്ടില്ല. തഫ്സീർ നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. തഫ്സീർ നോക്കാം. അപ്പൊ അതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നാട്ടിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രധാന വിഷയം 2 പോയിന്റുകളിലാണ്. 2 പോയിന്റുകളിലാണ് എന്ന് പറഞ്ഞാൽ, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ആളുകൾ, അള്ളാഹു അല്ലാത്തവരോട് സഹായാഭ്യർത്ഥന നടത്തുന്ന ആളുകൾ. സഹായ അഭ്യർത്ഥിക്കുക എന്നുള്ളത് അതിനാണ് ഈ ദുആ എന്ന് പറയുന്നത്. ആ ദുആയാണ് ഇബാദത്ത്. അത് അള്ളാഹിനോട് മാത്രമായിരിക്കണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. വഇദാ സഅൽത ഫസ്അലില്ലാഹ്.
വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് മാത്രം ചോദിക്കൂ. സഹായാർത്ഥന നടത്തുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം സഹായാർത്ഥന നടത്തൂ. വമാ ഫി മഅനാഹുമ. ഈ ആയത്ത് ഒന്നല്ല, ഈ ഹദീസ് ഒന്നല്ല, ഇതുപോലെ നിരവധി ആയത്തുകൾ ഹദീസുകൾ ഖുർആനിലുണ്ട്, റസൂലുള്ളാഹിന്റെ ചര്യയിലുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലിയർ ആയി പറഞ്ഞൊരു കാര്യമാണ്. ഇങ്ങനെ സഹായാർത്ഥന നടത്തുന്നത്, ദുആ ചെയ്യുന്നത്, അദ്ദുആഉ മുഖുൽ ഇബാദ. അങ്ങനെ എക്സ്പ്ലിസിറ്റ് ചെയ്ത് റസൂലുള്ളാഹി വിശദീകരിച്ചിട്ടുണ്ട്. ദുആ എന്ന് പറയുന്നതാണ് എല്ലാ ഇബാദത്തുകളുടെയും ആത്മാവ്, അതിന്റെ മജ്ജ. അത് റസൂലുള്ളാഹി വ്യക്തമായി പറഞ്ഞതിന്റെ പുറമെ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. നിങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുകയാണെങ്കിൽ, ദുആ ചെയ്യുകയാണെങ്കിൽ, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം അവർ കേൾക്കാൻ പോകുന്നില്ല. പലരും, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പലരും ജീവനില്ലാത്തതാണ്, വിഗ്രഹങ്ങൾ പോലെ, ബിംബങ്ങൾ പോലെ. പലരും മരിച്ചു മണ്ണായി തീർന്നിട്ടുള്ളതാണ്. വേറെ പലരും നിങ്ങൾ വിളിക്കണോടത്തില്ലാത്ത ഗായിബാണ്. അവര് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ പോകുന്നില്ല. വലൗ സമിഉ, ഇനി കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക, അവർ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുകയുമില്ല. അത് അവരുടെ കഴിവിലും അധികാര പരിധിയിലും പെട്ടതല്ല. ഈ സഹായാർത്ഥനയെ കുറിച്ച് പിന്നെ തുടർന്നുകൊണ്ട് അള്ളാഹ് പറയുന്ന വാചകം ശ്രദ്ധിച്ചു നോക്കൂ. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. ഖിയാമത്ത് നാളിൽ വരുമ്പോ നിങ്ങൾ ഈ ചെയ്ത നടപടിയെ അവര് നിഷേധിക്കും. ആ നടപടിക്ക് അള്ളാഹ് ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ശിർക്ക് എന്നാണ്. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. അപ്പൊ അള്ളാഹു അല്ലാത്തവരോട് സഹായാർത്ഥന നടത്തിയാൽ അവരത് കേൾക്കൂല. കേട്ടാൽ തന്നെയും അത് ഉത്തരം ചെയ്യാനുള്ള കഴിവും അധികാരവും അവർക്കില്ല. നിങ്ങൾ ആ ചെയ്തത് ശിർക്കാണ്. ആ ശിർക്കിനെ അവർ പരലോകത്ത് വെച്ചിട്ട് നിഷേധിക്കുകയാണ് ചെയ്യുക. അള്ളാഹുവെ, ഞങ്ങൾക്ക് അതിന് ഒരു ഉത്തരവാദിത്വമല്ല, ഞങ്ങളുടെ അറിവും അനുവാദവും അനുസരിച്ചല്ല അവര് ചെയ്തത്. അവര് ചെയ്തു പോയിട്ടുള്ള ശിർക്കിന് അവര് തന്നെ തലവെച്ചോളണം. ഇതാണ് അതിന്റെ വസ്തുത. ഇങ്ങനെയുള്ള തെളിവുകളുണ്ട് ഖുർആനിൽ, ഇങ്ങനെയുള്ള തെളിവുണ്ട്. സഹായാർത്ഥന അത് ശിർക്കാണ്, അള്ളാഹു അല്ലാത്തവരോട് നടത്തിയാൽ അത് ശിർക്കാണ് എന്ന് പറയുന്ന തെളിവ് ഖുർആനിലുണ്ട്. ഹദീസുകളിൽ അദ്ദുആഉ ഹുവൽ ഇബാദ പോലുള്ള അല്ലറ ചില്ലറ സനദിന് കുറ്റം പറഞ്ഞിട്ടുള്ള ഹദീസുകളുണ്ട്. എന്നാൽ കുറ്റം തീർന്നിട്ടുള്ള അദ്ദുആഉ മുഖുൽ ഇബാദ പോലുള്ള ഹദീസുകളുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യും? അവിടെ ചെറിയൊരു ദുർവ്യാഖ്യാനം നടത്തും. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. സഹായാർത്ഥന നടത്തുകയാണെങ്കിൽ അത് ദുആ അല്ലല്ലോ, അത് ഇബാദത്തല്ലല്ലോ, അത് ഇസ്തിഗാസ അല്ലേ? അതാണ് നാട്ടിലെ ഭൂരിപക്ഷത്തിന്റെ ന്യായം. മുഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ, മമ്പർത്തങ്ങളെ പിടിക്കണേ എന്ന് പറയുന്ന ഈ ഏർപ്പാട് അവരോട് നിങ്ങൾ പറഞ്ഞാൽ ലാ യസ്മഉ ദുആക്കും, അവരാരും നിങ്ങളുടെ ദുആ കേൾക്കാൻ പോകുന്നില്ല. ഇനി കേൾക്കുന്നു എന്ന് സങ്കല്പിക്കുക. എന്നാൽ തന്നെയും അത് ഉത്തരം ചെയ്യാനുള്ള കഴിവോ അധികാരമോ അവർക്കില്ലതാണ്. എന്ന് മാത്രമല്ല, ആ ചെയ്ത പ്രവൃത്തി ശിർക്കാണ്. അതിനെ ഈ പറഞ്ഞ ആൾക്കാര്, ബദരീങ്ങളുണ്ടോ പരലോകത്ത് വന്നത് നിങ്ങൾക്ക് വകവെച്ച് തരുന്നത്? അവര് പറയും ഞങ്ങളതറിയല്ല, ഞങ്ങൾ ഇവരെ അറിയില്ല റബ്ബേ, അവരവരുടേതായ നിലയിൽ ചെയ്തു പോയതാണ്, ഞങ്ങളുടെ അറിവോ ഞങ്ങളുടെ അംഗീകാരമോ ഉള്ളതല്ല. ഒരു കൈയൊഴിയും. ഇത് തബറഅ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ.
വറഅഉൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. അവരെ പിന്നാലെ പോയ ആൾക്കാരിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറും. പിൻപറ്റിയ അനുയായികളിൽ നിന്ന് പിൻപറ്റപ്പെട്ടിട്ടുള്ള ഈ ആളുകൾ അള്ളാഹുവിന്റെ മുന്നിൽ വെച്ചിട്ട് ഒഴിഞ്ഞു മാറും. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. അവർക്കിടയിൽ ഒരു ബന്ധമില്ലാതെ വിച്ഛേദിക്കപ്പെടും. ആ സമയത്ത് അവിടെ വെച്ചിട്ട് കൈമലർത്തിയിട്ടൊരു കാര്യമില്ല. അവിടെ ഈ വിഡ്ഢികളായി പോയിട്ടുള്ള ഈ മനുഷ്യര് പറയാ, ലൗ അന്ന ലനാ കറത്തൻ ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്നാ. ഇനി ഒരു മടക്കം ദുനിയാവിലേക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പച്ചക്ക് ഞങ്ങൾ ഇവിടുന്ന് കൈയൊഴിഞ്ഞില്ലേ എന്നതുപോലെ ഞങ്ങൾക്ക് ഇവരൊന്നും വേണ്ട, ഞങ്ങൾക്ക് അള്ള മതി എന്ന് ഞങ്ങൾ പറയും. ഞങ്ങൾ അവരിൽ നിന്ന് അവരെ കൈയൊഴിക്കും. പക്ഷെ ഒരു കാര്യമല്ല, അനവസരത്തിലാണ്. അതിപ്പോ ചെയ്യേണ്ടതാണ്, മരിക്കണതിന്റെ മുമ്പ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഇങ്ങനത്തെ വാക്കുകൾ കേൾക്കുമ്പോൾ, വിശദീകരണം കേൾക്കുമ്പോൾ നല്ല മനസ്സിൽ സഹൃദയ അത് സ്വീകരിക്കല്ലേ വേണ്ടത്. ഇതാണ് അതിന്റെ കാര്യം. അപ്പൊ ഈ ദുർവ്യാഖ്യാനത്തിലാണ് ഒന്ന് അവർ മറികടക്കുക. ഞങ്ങൾ ചെയ്യുന്നത് അത് അലിസ്ത്യാനത്തല്ല, അത് ഇസ്ത്യാനത്താണ്. ഇവിടുത്തെ ജിന്നിനോട് സഹായം ചോദിക്കാന്ന് പറയുന്ന ആൾക്കാരുടെ പുതിയ വാദം, അത് സഹായാർത്ഥനല്ല, അത് ദുആ അല്ല, അത് ഇബാദത്തല്ല. അതെല്ലാം അങ്ങനെ തന്നെ പറയാം. എന്റേത് കുഷ്ടല്ല, എന്റെ ചൊറിയാന്നാ ചോദിച്ചു നോക്കൊണ്ട് അവരാരും സമ്മതിക്കൂല. എന്റെ ചൊറിയാണ്, കുഷ്ടല്ല എന്ന് പറഞ്ഞതുകൊണ്ട് കുഷ്ടല്ലാതാകാൻ പോകുന്നില്ല. അത് മനസ്സിലാക്കിക്കോളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്തിട്ടുണ്ട്, അവസാന കാലത്ത് ഒരു കാലം വരാനുണ്ട്, അന്ന് ആളുകൾ അങ്ങനെ തന്നെയാണ്, എല്ലാം വാക്ക് മാറ്റി പറയും. അവര് പട്ടെടുക്കും, പട്ടിന് വേറെ പേരാ കൊടുക്കുക, സിൽക്ക് എന്ന് പേര് പറയും. അവര് മദ്യപിക്കും, കള്ളിന് കള്ള് എന്നല്ല അവര് പറയാ, അതിന് വേറെ എന്തെങ്കിലും ആണ് പറയാ, അതിന് എന്താ എനർജി ഡ്രിങ്ക് എന്ന് പോലെയുള്ള അങ്ങനത്തെ വാക്ക് പറയും. പലിശ വാങ്ങി നല്ലവണ്ണം അവർ ഉപയോഗിക്കും, പലിശ എന്നല്ല പറയാ, അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് കിട്ടിയിട്ടുള്ള ബെനഫിറ്റാണ്, ആദായം എന്നാണ് അതിന് വാക്ക് പറയാ. എന്ന മാതിരി ശിർക്ക് ചെയ്തിട്ട് പറയും, ഞങ്ങളത് ശിർക്കല്ല, ഞങ്ങൾ വെറും സഹായാർത്ഥന, ഞങ്ങൾക്ക് വേറെ സഹായം ചോദിക്കലാണ്. അതാണ് ഇവിടുത്തെ കേരളത്തിലെ ഭൂരിഭാഗത്തിന്റെയും ന്യായം. ആ ന്യായത്തിൽ തന്നെയാണ് ഈ ജിന്നുകളോട് സഹായം ചോദിക്കാന്ന് പറയുന്ന ആൾക്കാരും അതേ ന്യായത്തിന്റെ അതേ പകർപ്പ് തന്നെയാണ് പറയുന്നത്. അത് വിലപ്പോകുന്ന ഒരു ന്യായമല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിലും അള്ളാന്റെ മുന്നിലും. ദുനിയാവിൽ തെളിവുകളുടെ മുന്നിൽ, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അതുപോലെ തന്നെ ആധികാരികമായിട്ടുള്ള മറ്റു രേഖകളുടെയും മുന്നിൽ വിലപ്പോകുന്ന ഒരു ന്യായമല്ല ഇത്. സഹായാർത്ഥന നടത്തുന്നത് അള്ളാഹിനോട് മാത്രമാവണം. അള്ളാഹ് അല്ലാത്തവരോട് സഹായാർത്ഥന നടത്താൻ പാടില്ല. വൈദാ സഅൽത ഫസ്അലില്ലാ വൈദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഏത് വാക്കാണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിച്ചോളൂ, സഹായം തേടുകയാണെങ്കിൽ അള്ളാഹിനോട് സഹായം ചോദിച്ചോളൂ. അള്ളാഹുവെ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം ചോദിക്കുള്ളൂ, നിനക്ക് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുള്ളൂ. ഇതിലധികം ഒരു വിഷയം എങ്ങനെയാണ് കോർത്തിണക്കി വ്യക്തമായി പറഞ്ഞു തരേണ്ടത് എന്നാലും നമുക്ക് സംശയമാണ്. എന്റേത് അതല്ല, ഞാൻ സഹായം ചോദിച്ചാൽ, ജിന്നിനോട് സഹായം ചോദിച്ചാൽ അത് അഭൗതികമല്ല, അത് ഭൗതികമാണ് എന്ന് പറയുന്നതിന് കഥല്ല. ഞാൻ മമ്പർത്ത തങ്ങളോട് ചോദിച്ചാൽ, ഞാൻ ബദ്രീങ്ങളോട് ചോദിച്ചാൽ, ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അവരോടുള്ള ദുആ അല്ല, ഞങ്ങൾക്ക് ഇസ്തിഗാസയാണ്. അല്ല, അത് പേര് മാറ്റി അവർ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു പ്രവണത അവസാന കാലത്ത് വരും എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് തെളിവുകളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു ന്യായമല്ല. പരലോകത്ത് അള്ളാന്റെ മുന്നിൽ വിചാരണ സമയത്ത് അത് വിലപ്പോകുന്ന, അള്ളാഹ് അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല, മനസ്സിലാക്കിക്കോളൂ. രണ്ടാമത്തെ ഒരു കാര്യം, ഞങ്ങൾ അവർക്ക് ഇബാദത്ത് ചെയ്യണില്ലല്ലോ, ഞങ്ങൾ ചെയ്യുന്നത് ഒരു സഹായം ചോദിക്കൽ മാത്രമാണ്, ഇസ്തിഗാസയാണ്, അല്ലെങ്കിൽ അഭൗതികമായ രൂപത്തിലല്ലല്ലോ, ഭൗതികമായ സഹായം ചോദിക്കലാണ് എന്ന ഈ എക്സ്ട്രാ ഫിറ്റിംഗ് കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്ന കാര്യമല്ല അത്. രണ്ടാമത്തെ ഒരു കാര്യം, അത് ഇബാദത്താകണമെങ്കിൽ, ഞങ്ങളാ ചെയ്യുന്നത് ഇബാദത്താകണമെങ്കിൽ, ദുആ ആകണമെങ്കിൽ, അഭൗതികമായിട്ടുള്ള സഹായതേട്ടമാകണമെങ്കിൽ അവരെ ഞങ്ങൾ ഇലാഹാക്കണം, ഇലാഹ് എന്ന് കൊടിയുത്തണം, എന്നെങ്കിലേ പറ്റുള്ളൂ എന്നുള്ള ന്യായമാണ്. അങ്ങനെ ഇലാഹാണ് എന്നുള്ളൊരു ന്യായം വേണ്ട.
അല്ലാതെ തന്നെ അത് ഇബാദത്താണ്. ഈ കാര്യങ്ങൾ പറയുമ്പോ നാട്ടില് പറഞ്ഞു പരത്തുന്നത് ഇതാണ്: ഞങ്ങൾ അവരെ ഇലാഹാക്കണില്ലല്ലോ, ഇലാഹാക്കണില്ലല്ലോ, ഇലാഹാക്കണില്ലല്ലോ. ഇലാഹാക്കണ്ട. നിങ്ങൾ അവരോട് സഹായാർത്ഥന നടത്തിയാൽ അവരെ നിങ്ങൾ ഇലാഹാക്കി. റാസി അദ്ദേഹം അശ്അരി തരീഖത്തിലുള്ള അതിന്റെ അസാത്തീനുകളിൽ പെട്ടിട്ടുള്ള ഒരാളാണ്. നാട്ടിൽ ഇത്തരക്കാരെ ഏറ്റവും അധികം അവലംബിക്കുന്ന ഒരു തഫ്സീറാണ്. അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എഴുതിയ തഫ്സീർ സ്വീകാര്യയോഗ്യമൊന്നുമല്ല. അദ്ദേഹത്തിന്റെ തഫ്സീറുകളിൽ വലിയ പ്രമാദങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. പക്ഷെ റാസി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ആ അശ്അരി തരീഖത്ത് വിട്ടിട്ട് അദ്ദേഹം സുന്നത്തിന്റെ മാർഗത്തിലേക്ക് വന്നിട്ടുണ്ട്. എത്രത്തോളം പൂർണ്ണമായില്ല എന്നുള്ളതൊക്കെ പോയിന്റ് ഓഫ് ഡിബേറ്റ് ആണ്. പക്ഷെ റാസി അദ്ദേഹം തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്: അജ്മഅ കുല്ലുൽ അംബിയാഇ അലൈഹിമുസ്സലാം അലാ അന്ന ഇബാദത ഗൈരില്ലാഹി കുഫ്റുൻ സവാഉൻ ഇഅ്തഖദ ഫീ ദാലികൽ ഗൈരി കൗനഹു ഇലാഹൻ ലിൽ ആലം അവ ഇഅ്തഖദു അന്ന ഇബാദതഹും തുഖർരിബുഹും ഇലല്ലാഹി തആല. ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള അംബിയാക്കന്മാരുടെയും മുർസലീങ്ങളുടെയും ഇജ്മഅാണ് അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്തു എങ്കിൽ അത് കുഫ്റാണ്, ശിർക്കാണ്. സവാഉൻ ഇഅ്തഖദ ഫീ ദാലികൽ ഗൈരി കൗനഹു ഇലാഹൻ ലിൽ ആലം. അവര് ആ ഇബാദത്ത് ചെയ്യുന്ന, അല്ലെങ്കിൽ ദുആ ചെയ്യുന്ന, അല്ലെങ്കിൽ സഹായാർത്ഥന ചെയ്യുന്ന ആ ആളുകൾ, അത് ബദരീങ്ങളാകാം, മലക്കുകളാകാം, ജിന്നുകളാകാം, വിഗ്രഹങ്ങളാകാം, പുണ്യാത്മാക്കളാകാം, അല്ലെങ്കിൽ അതുപോലുള്ള എന്തുമാകാം, ഇവർ സഹായം ചോദിക്കുന്ന ആളുകൾ, അവർ ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ കുറിച്ച് അത് ലോകത്തിന്റെ ഇലാഹാണ് എന്ന് വിശ്വസിച്ചാലും അവ ഇഅ്തഖദു അന്ന ഇബാദതഹും തുഖർരിബുഹും ഇലല്ലാഹി തആല. ഇലാഹാണെന്ന് ഞങ്ങൾ വിശ്വസിക്കണില്ലല്ലോ, ഞങ്ങൾ ഇലാഹ അല്ലാഹ് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നുള്ളൂ, ആ അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിച്ചു തരുന്നവർ മാത്രമാണ് എന്ന് കരുതിയാലും രണ്ടാണെങ്കിലും അത് ശിർക്കാണ്, അത് കുഫ്റാണ്. ഇക്കാര്യം റാസി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ റാസിന്റെ വാചകം ഒരു ആത്യന്തികമായ പ്രമാണം എന്ന രൂപത്തിലല്ല. കാരണം ഇത് പറയുന്ന ആളുകൾ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ സ്ഥിതി എന്ത് എന്നുള്ളത് ഞാൻ ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞു. അദ്ദേഹം അശ്അരി തരീഖത്തിന്റെ നെടുന്തൂണുകളിൽപ്പെട്ട ആളായിരുന്നു. പക്ഷെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ അദ്ദേഹത്തിന് ആ തരീഖത്തിനോട് മടുത്തു, അശ്അരിയത്തിനോട് മടുത്തിട്ട് അവസാനം അദ്ദേഹം അഹ്ലുസുന്നത്തിന്റെ മാർഗത്തിലേക്ക് വന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ സുന്നത്തിന്റെ മാർഗത്തിൽ എത്രത്തോളം അദ്ദേഹം മുന്നോട്ട് പോയി എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു തർക്ക വിഷയമാണ്. അതെന്തോ ആവട്ടെ, നമ്മളെ വിഷയമല്ല. അപ്പൊ ഇലാഹാണെന്ന് വിശ്വസിച്ച് ചെയ്യണമെന്നില്ല. ഇലാഹാണെന്ന് വിശ്വസിച്ച് ചെയ്താലും ഇലാഹാണെന്ന് വിശ്വസിക്കാതെ ചെയ്താലും അത് കുഫ്റാണ്, അത് കുഫ്റാണ്. പിന്നെ ഇബാദത്തായ ഒരു കാര്യം സഹായാർത്ഥന നടത്തിയാൽ അതാണ് ദുആ, അതാണ് ഇബാദത്ത്. അത് സഹായാർത്ഥന നടത്തിയിട്ട് അത് ഞങ്ങൾക്ക് പിന്നെ സാധാരണ സഹായാർത്ഥനയാണ്, മറ്റേ സഹായാർത്ഥന മാത്രമേ ഉള്ളൂ ഇബാദത്താകുള്ളൂ എന്ന് പറഞ്ഞതിന് ഒരു കഥയില്ല. നമ്മൾ സഹായം തേടുന്നത് അള്ളാഹിനോട് മാത്രമേ ആയിരിക്കാൻ പാടുള്ളൂ, വേറെ ഒരാളോട് സഹായം ചോദിക്കാൻ പറ്റൂല. അപ്പൊ ഒരു സംശയം, ഇബാദത്ത് ഞങ്ങൾ അവർക്ക് ഇബാദത്ത് ചെയ്യുമ്പോ അവരെ പിന്നെ എന്ത് ചെയ്യാണ്, അവരെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, പിന്നെ ശുപാർശക്കാരെ ഞങ്ങൾ പങ്കാളികളാക്കുന്നില്ലല്ലോ. ശുപാർശക്കാരെ പങ്കാളികളാക്കുന്നുണ്ട്, ശുപാർശക്കാരെ പങ്കാളികളാക്കുന്നില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ പല ആളുടെയും മനസ്സിലുണ്ടാകും. എങ്ങനെയാണ് ശുപാർശക്കാരെ പങ്കാളികളാക്കുക? ഖുൽ ഉദ്ഉ അല്ലദീന സഅംതും മിൻ ദൂനില്ലാഹ് ലാ യംലികൂന കശ്ഫ അദ്ദുർരി അൻകും വലാ തഹ്ബീല ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖറബ് യർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ. ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ പിടിച്ചിട്ട് അവർ പറയും, ഞങ്ങൾ അവരെ പങ്കാളികളാക്കണില്ലല്ലോ, അള്ളാഹ്ക്ക് പങ്കാളികളാക്കണില്ലല്ലോ. പങ്കാളികളാക്കുന്നുണ്ട്. എങ്ങനെ പങ്കാളികളാക്കുന്നത്? അത് മനസ്സിലാക്കുന്നിടത്തുള്ള ഒരു പഴവ് മാത്രമാണ്, പങ്കാളിയാക്കുകയാണ്. മക്ക മുശ്രിക്കുകൾ ചെയ്തിട്ടുള്ളത്
ലാത്തയോടും ഉസ്സയോടും മനാത്തയോടും പിന്നെ ഇവരെ പോലുള്ള വിഗ്രഹങ്ങളോട് അവരുടെ മഹാത്മാക്കളോട് അവര് ഇലാഹാണ്, ലോകത്തിന്റെ ഇലാഹാണ്, ലോകത്തെ സൃഷ്ടിച്ചവനാണ് എന്ന് അവർ കരുതിയിട്ടേ അല്ല. നമ്മളിപ്പോ പഠിച്ച ആയത്ത് പ്രകാരം മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, ലോകത്തിന്റെ ഇലാഹായ, ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ്. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, സൂറത്ത് യൂനുസിൽ പറഞ്ഞു. അവർക്ക് ഉപകാരമോ അപകാരമോ ചെയ്യാൻ കഴിയാത്തവർക്ക് ഇങ്ങനെ ദുആയും പ്രാർത്ഥനയും ഇബാദത്തും ഒക്കെ കൊടുത്തിട്ട് അവർ പറയും വയഖൂലൂന ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, ഇവരെ ഞങ്ങൾ ഇലാഹായിട്ട് കാണുന്നില്ല, അവരെ ഞങ്ങൾ ശുപാർശക്കാരായിട്ടാണ് കാണുന്നത്. അങ്ങനെ ശുപാർശക്കാരായി കണ്ടാൽ അവിടെ പങ്കു ചേർക്കണില്ലല്ലോ. പങ്കു ചേർക്കുന്നുണ്ട്. പങ്കു ചേർക്കുന്നത് അള്ളാന്റെ മുൽക്കിലാണ് പങ്കു ചേർക്കുന്നത്. അള്ളാഹുവിന്റെ മുൽക്കിലാണ് പങ്കു ചേർക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയ കാര്യമാണ് ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅ. ഷഫാഅത്ത് എന്ന് പറയുന്നത് പൂർണ്ണമായും അള്ളാഹുവിന് അധികാരപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ അധികാരാവകാശങ്ങളിൽപ്പെട്ടതാണ് ഷഫാഅത്ത്. ഒരു വ്യക്തിക്കും ഏതെങ്കിലും ഒരു തരത്തിൽ സ്വതന്ത്രമായ ഒരു ശുപാർശയുടെ അനുവാദമോ അധികാരമോ ഇല്ല. ഏറ്റവും വലിയ ശുപാർശ അള്ളാഹ് അനുവദിച്ചു കൊടുക്കുന്നത് മുഹമ്മദ് നബിക്കാണ്. ആ മുഹമ്മദ് നബിക്ക് സ്വതന്ത്രമായി ശുപാർശ പറയാൻ പറ്റുമോ? പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശഫാഅത്തുൽ ഉളുമയുടെ സന്ദർഭത്തിൽ നേരെ പോയിട്ട് ശുപാർശ പറയല്ല. അള്ളാഹുവിന്റെ അർശിന്റെ കീഴിൽ പോയിട്ട് സുജൂദിൽ വീഴുകയാണ് ചെയ്യുന്നത്. സുജൂദിൽ വീഴുമ്പോ അള്ളാഹു കുറെ കാലം കഴിയുമ്പോ അള്ളാഹു മുഹമ്മദ് നബിയോട് യാ മുഹമ്മദു ഇർഫഅ റഅസക് ഇശ്ഫഅ തുശഫഅ സൽ തുഅത, മുഹമ്മദേ നിന്റെ ശിരസ് നീ ഉയർത്തു, നീ ശുപാർശ പറഞ്ഞാൽ ഞാൻ ആ ശുപാർശ സ്വീകരിക്കാം, നിന്നെ ശുപാർശക്കാരനായി അംഗീകരിക്കാം. നീ ചോദിച്ചോളൂ, നീ ചോദിക്കുന്നത് ഞാൻ തരാം. എനിക്ക് സ്വതന്ത്രമായി നേരെ ചെന്ന് ചോദിക്കാനില്ല. ആർക്ക് ചോദിക്കണം, ആരുടെ കാര്യത്തിൽ ചോദിക്കണം, ഏത് വിഷയത്തിൽ ചോദിക്കണം, ഇത് മൂന്നും അള്ളാഹുവിന്റെ നിശ്ചയമാണ്. അവനാണ് നിശ്ചയിക്കുന്നത്. അവൻ നിശ്ചയിച്ചിട്ട് വറളിയ ലഹു ഖൗല, അതവൻ വാക്കാൽ തൃപ്തിപ്പെട്ട് ചെയ്തോ എന്ന് പറയാൻ ചെയ്തെങ്കിലേ ഒരാൾക്ക് ശുപാർശ പറയാൻ പറ്റുള്ളൂ. അതാണ് ശുപാർശയുടെ കാര്യത്തിലുള്ള അള്ളാഹുവിന്റെ മുൽക്ക്, പൂർണ്ണമായ അധികാരാവകാശങ്ങൾ. ആ അധികാരാവകാശത്തിലാണ് ഇവർ പങ്കുചേർക്കുന്നത്. അത് അള്ളാഹിനോട് അങ്ങനെ അള്ളാഹ്ക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ എന്നുള്ള നിലക്ക് നമ്മളെ കാര്യത്തിലാണ് പോയിട്ട് ചോദിച്ചുകാണ്ടൻ വാങ്ങിത്തരാൻ ഇവർക്ക് കഴിയും. അപ്പൊ അവരെന്ത് ചെയ്യാണ്? ശുപാർശയുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ അധികാരാവകാശങ്ങളിൽ ഈ ആളുകളെ കൂടി പങ്കു ചേർക്കുന്നു. ഇതാണ് ഇതിന്റെ കാര്യം. നിങ്ങളൊന്ന് മനസ്സിരുത്തി അത് മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടി ഒന്ന് കൂട്ടി വെച്ചിട്ട് വേണം മനസ്സിലാക്കാൻ. ഏതാണെങ്കിലും ശരി, ഇനി നമുക്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ആ ആയത്ത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആയത്തിന്റെ തഫ്സീർ ഒന്ന് നോക്കാം. ലൗ അറാദല്ലാഹു അൻ യത്തഖിദ വലദൻ ലസ്തഫാ മിമ്മാ യഖ്ലുഖു മാ യശാഉ സുബ്ഹാനഹു ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ. അല്ലാഹുവിന് ഒരു പുത്രനെ സ്വീകരിക്കാൻ ഉദ്ദേശമുണ്ടായിരുന്നുവെങ്കിൽ അവൻ സൃഷ്ടിക്കുന്ന അവന്റെ സൃഷ്ടികളിൽ നിന്ന് ഉദ്ദേശിക്കുന്നവരെ അവൻ പിന്നെ മക്കളായിട്ട് സ്വീകരിക്കുമായിരുന്നു. പക്ഷെ അതിന് അള്ളാഹ്ക്ക് ആവശ്യമില്ല. അള്ളാഹ് വാഹിദാണ്, ഖഹാറാണ്. അള്ളാന്റെ ഏകത്വത്തിനും അള്ളാഹുവിന്റെ ഖഹാരിയത്തിനും എതിരാണ് പുത്രനെ സ്വീകരിക്കുക, മകനെ സ്വീകരിക്കുക എന്നുള്ളത്. ഐ ലൗ അറാദല്ലാഹു അൻ യത്തഖിദ വലദൻ കമാ സഅമ ദാലിക മൻ സഅമഹു. അള്ളാഹു പുത്രനെ സ്വീകരിച്ചു എന്ന് ചില ആളുകൾ വാദിച്ചിട്ടുണ്ട്, ജൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവര് ജൽപ്പിച്ചത് പ്രകാരം അള്ളാഹു ഒരു മകനെ അല്ലെങ്കിൽ ഒരു പുത്രനെ സ്വീകരിക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആരാണത് വാദിച്ചത്? മിൻ സുഫഹാഇൽ ഖൽഖ്, അള്ളാന്റെ സൃഷ്ടികളിലെ ഏറ്റവും പമ്പര വിഡ്ഢികളാണ് അങ്ങനെ വാദിച്ചത്. ജൂതന്മാർ പറഞ്ഞു ഉസൈർ ഇബ്നുല്ലാഹ്, അവരുടെ വാദമാണ്. ക്രൈസ്തവർ പറഞ്ഞു ഈസ ഇബ്നുല്ലാഹ്, ഈസ അള്ളാന്റെ മകനാണ്. അതുപോലെ തന്നെ മക്കയിലുണ്ടായിരുന്ന പാഗൻസ് പറഞ്ഞു അൽ മലായികത്തു ബനാത്തുല്ലാഹ്, മലക്കുകൾ അള്ളാഹുവിന്റെ പുത്രിമാരാണ്. ഇങ്ങനെയുള്ള സുഫഹാക്കൾ അവർ വാദിച്ചതുപോലെ അള്ളാഹ്ക്ക് ഉദ്ദേശമുണ്ടായിരുന്നുവെങ്കിൽ ലസ്തഫാ മിമ്മാ യഖ്ലുഖു മാ യശാ, ഐ ലസ്തഫാ ബഅദ മഖ്ലൂഖാതിഹി, അള്ളാഹു തെരഞ്ഞെടുക്കുമായിരുന്നു ബഅദ മഖ്ലൂഖാതിഹി, അവന്റെ സൃഷ്ടികളിൽ ചിലരെ, അല്ലത്തി യശാഉ ഇസ്തിഫാഅഹു, അവൻ തെരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നവരായ
വഖ്തസ്സഹു ലിനഫ്സിഹി, എന്നിട്ട് ആ സൃഷ്ടികളിൽ നിന്ന് അള്ളാഹ് തെരഞ്ഞെടുക്കാൻ ഉദ്ദേശിച്ച അവരെ അള്ളാഹുവിന് വേണ്ടിയിട്ട് സ്വന്തക്കാരാക്കി വെക്കുമായിരുന്നു. വജഅലഹു ബിമൻസിലത്തിൽ വലദ്, അങ്ങനെ അള്ളാഹ് തെരഞ്ഞെടുത്തിട്ടുള്ള ആ വ്യക്തിയെ ബിമൻസിലത്തിൽ വലദ്, ഒരു മകന്റെ സ്ഥാനത്ത്, ഒരു കുട്ടിയുടെ സ്ഥാനത്ത് നിശ്ചയിക്കുമായിരുന്നു. വലം യകുൻ ഹാജ ഇല ഇത്തിഖാദി സാഹിബ, അള്ളാഹുവിന് ഒരു ഭാര്യയെ അല്ലെങ്കിൽ ഒരു കൂട്ടാളിയെ, പങ്കാളിയെ സ്വീകരിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഭാര്യ ഇല്ലാതെ തന്നെ അള്ളാഹ്ക്ക് മക്കളെ സ്വീകരിക്കാൻ അള്ളാഹ്ക്ക് പറ്റും. അപ്പൊ അള്ളാഹ്ക്ക് ഭാര്യമാരുണ്ട്, അള്ളാഹ്ക്ക് പുത്രന്മാരുണ്ട്, പുത്രിമാരുണ്ട്, ഇങ്ങനെ ഒന്നും വാദിക്കേണ്ട കാര്യമല്ല. അള്ളാന്റെ സൃഷ്ടികളിൽ നിന്ന് വേണ്ടവരെ അള്ളാഹ്ക്ക് തെരഞ്ഞെടുത്തിട്ട് മകനായിട്ട് അല്ലെങ്കിൽ പുത്രനായി സ്വീകരിക്കണമെങ്കിൽ അള്ളാഹ്ക്ക് സ്വീകരിക്കാമായിരുന്നു. പക്ഷെ കാര്യം എന്താണ്? സുബ്ഹാനഹു, അങ്ങനെയല്ല കാര്യം. അവർ ഈ വാദിച്ച, ഈ ജൽപ്പിച്ചിട്ടുള്ള ഈ തെറ്റായ ആരോപണത്തിൽ നിന്ന്, ജൽപ്പനത്തിൽ നിന്ന് സുബ്ഹാനഹു, ഉസബ്ബിഹു സുബ്ഹാനഹു, എന്റെ റബ്ബിനെ ഞാൻ അകറ്റി ഉയർത്തി നിർത്തുന്നു. അമ്മാ ലന്നഹു ബിഹി, അവനെക്കുറിച്ച് കരുതിയതിൽ നിന്ന്. ആര് കരുതിയതിൽ നിന്ന്? അൽ കാഫിറൂൻ, അവിശ്വാസികളായ ആളുകൾ അവനെക്കുറിച്ച് കരുതിയ, അവനെക്കുറിച്ച് അവർ ആരോപിച്ചിട്ടുള്ള, അവൻ പുത്രനെ സ്വീകരിച്ചു, പുത്രിയെ സ്വീകരിച്ചു, ഭാര്യയെ സ്വീകരിച്ചു എന്നുള്ള ആരോപണത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവിനെ അകറ്റി ഉയർത്തുന്നു. ഔ നസബഹു ഇലൈഹിൽ മുൽഹിദൂൻ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൃത്യവിലോപം നടത്തുന്ന മുൽഹിദീങ്ങളായ ആളുകൾ, അവർ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ കാര്യത്തിൽ നിന്ന് അള്ളാഹിനെ ഞാൻ അകറ്റുന്നു, അള്ളാഹിനെ ഞാൻ ഉയർത്തി നിർത്തുന്നു. കാര്യം എന്താണ്? ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ, അള്ളാഹു അവൻ ഏകനാണ്, അവൻ ഖഹാറാണ്. അവൻ ഏകനാകണമെങ്കിൽ ഇങ്ങനെ ആരെയും സ്വീകരിക്കാൻ പറ്റൂല. അവൻ ഖഹാറാകണമെങ്കിൽ ഇങ്ങനെ പുത്രനെയോ പുത്രിയെയോ അല്ലെങ്കിൽ ഭാര്യയെയോ ഒന്നും സ്വീകരിക്കാൻ പറ്റൂല. അള്ളാഹു വാഹിദാണ്, ഖഹാറാണ്. അൽ വാഹിദു ഫീ ദാത്തിഹി, അതിന് തഫ്സീർ കൊടുത്തിട്ടുള്ള ശ്രദ്ധിക്കുക. അല്ലാമത്തു സഅദി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത തഫ്സീർ, അള്ളാഹു വാഹിദാണ് ഫീ ദാത്തിഹി, അവൻ അവന്റെ ദാത്തിൽ, അവന്റെ സത്തയിൽ അവൻ ഏകനാണ്. വഫി അസ്മാഇഹി, അള്ളാഹുവിന്റെ നാമങ്ങൾ എടുത്തു നോക്കുക. അള്ളാഹ്, റഹ്മാൻ, ഇങ്ങനെയുള്ള നാമങ്ങളില്ലേ, ആ നാമങ്ങളിൽ അവൻ ഏകനാണ്. അവൻ ഏകനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ നാമം അവന് മാത്രമേ ചേരൂ, സൃഷ്ടികൾക്ക് ചേരൂല. സൃഷ്ടികളുടെ നാമങ്ങൾ അവന് ചേരൂല, അവനിലേക്ക് അത് ചേർത്ത് പറയാനും പാടില്ല. അവന്റെ നാമങ്ങൾ അതുല്യങ്ങളാണ്, അദ്വിതീയങ്ങളാണ്, അവന് മാത്രം അവകാശപ്പെട്ടതാണ്. അവന്റെ നാമം സൃഷ്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല, സൃഷ്ടികളുടെ നാമം അവനും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നാമങ്ങളിലും അവൻ ഏകനാണ്. വഫീ സിഫാത്തിഹി, അവന്റെ ഗുണവിശേഷങ്ങളിലും, അവൻ അള്ളാന്റെ ഗുണങ്ങൾ അത് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റൂല. എന്നാൽ സൃഷ്ടികളുടെ ഗുണങ്ങൾ അത് അള്ളാഹുവിന് ചേരൂല. സൃഷ്ടികളുടെ ഏത് ഗുണം, ഏത് തരത്തിലുള്ള കഴിവ് നിങ്ങൾ എടുത്തു നോക്കിയാലും അതിലൊക്കെ ന്യൂനതകൾ ഉണ്ടാകും. ഈ ന്യൂനതകളോട് കൂടിയിട്ടുള്ള ഇത്തരം കഴിവുകൾ, സൃഷ്ടികളുടെ കഴിവുകൾ അള്ളാഹുവിലേക്ക് ചേർക്കരുത്. എന്നാൽ അള്ളാഹുവിന്റെ കഴിവുകൾ, അവന്റെ ഗുണങ്ങൾ, അവന്റെ ഗുണവിശേഷങ്ങൾ അത് അന്യൂനമാണ്, അത് പെർഫെക്ഷൻ ഉള്ളതാണ്. ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ഗുണവിശേഷങ്ങൾ അള്ളാഹ്ക്കേ ചേരുള്ളൂ, അത് സൃഷ്ടികളിൽ ആരിലേക്കും ചേർക്കാനും പാടില്ല. വഫി അഫ്ആലിഹി, അതുപോലെ തന്നെ അവന്റെ മഹാകൃത്യങ്ങളിൽ, അവന്റെ അപദാനങ്ങളിലും അവൻ ഏകനാണ്. അവൻ ചെയ്യുന്നത് വേറൊരാൾക്കും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അവന്റെ ചെയ്തികൾ സൃഷ്ടികൾ ചെയ്യുന്നു എന്ന് വെക്കരുത്. സൃഷ്ടികൾക്ക് ചെയ്യാൻ കഴിയുന്നത് വളരെ പരിമിതമായ കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ചേർക്കരുത്. അപ്പൊ അവൻ ഏകനാണ്, അവൻ അതുല്യനാണ്, അവൻ അദ്വിതീയനാണ്, അവന്റെ സത്തയിലും അവന്റെ നാമങ്ങളിലും അവന്റെ ഗുണവിശേഷങ്ങളിലും അവന്റെ കൃത്യങ്ങളിലും. ഫലാ ശബീഹ ലഹു ഫീ ശൈഇൻ മിൻ ദാലിക്, ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നിലും അള്ളാഹുവിന് സമാനമായിട്ടുള്ള സാദൃശ്യമുള്ള ഒരാളുമില്ല. അവന്റെ സത്തയിലാകട്ടെ, നാമങ്ങളിലാകട്ടെ, ഗുണവിശേഷങ്ങളിലാകട്ടെ, അവന്റെ പ്രവർത്തനങ്ങളിലാകട്ടെ അവനോട് സാമ്യപ്പെടുത്താവുന്ന ഒരു കക്ഷിയും ഇല്ല തന്നെ. വലാ മുമാസിൽ, സാമ്യപ്പെടുത്താവുന്നവരില്ല. വലാ മുമാസിൽ, തത്തുല്യമായ ഒരാളുമില്ല. അള്ളാഹിനെ പോലെ ഒരാളുണ്ടോ? ഇല്ല. അള്ളാഹിന്റെ അതേ നാമുള്ള ഒരാളുണ്ടോ? ഇല്ല. അള്ളാഹിന്റെ അതേ സിഫാത്തുള്ള ഒരാളുണ്ടോ? ഇല്ല. അള്ളാഹിന്റെ അതേ പ്രവൃത്തി ചെയ്യുന്ന ഒരാളുണ്ടോ? മുമാസിലായിട്ടുള്ള ഒരാളില്ല. എന്നാൽ അള്ളാഹിനോട് സാമ്യപ്പെടുത്താവുന്ന ഒരാള് ശബീഹുല്ല, മുമാസിലുമില്ല. ഫലൗ കാന ലഹു വലദുൻ, ഇതാണ് അള്ളാഹ് ഏകനാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ഇവർ പറഞ്ഞതുപോലെ ഫലൗ കാന ലഹു വലദുൻ, അള്ളാഹുവിന് ഒരു സന്താനം ഉണ്ടായിരുന്നു എങ്കിൽ, ലഖ്തദ, ആ സന്താനം, ആ ഉണ്ട് എന്നുള്ള ആ സങ്കല്പം അത് താല്പര്യപ്പെടുന്നത്
അൻ യകൂന ശബീഹൻ ലഹു ഫീ വഹദതിഹി. ആ സന്താനം എന്തായിരിക്കണം? അള്ളാഹുവിനോട് സാദൃശ്യമുള്ളവനായിരിക്കണം. ഫീ വഹദതിഹി, അള്ളാന്റെ ഏകത്വത്തിൽ. കാരണം ലിഅന്നഹു ബഅ്ളുഹു വജുസ്ഉം മിൻഹു. ആ മകൻ അല്ലെങ്കിൽ ആ സന്താനം അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അള്ളാന്റെ ഭാഗത്താണ്, അള്ളാഹുവിന്റെ ഒരു ഭാഗമാണ്, അള്ളാന്റെ ജുസ് ആണ്. അപ്പൊ അള്ളാന്റെ ഗുണം അതിനുണ്ടാകണം. അപ്പൊ അത് അള്ളാന്റെ ഏകത്വത്തിനെതിരാണ്. അള്ളാഹ് എല്ലാ സ്ഥലത്തും കൃത്യമായി പറയുന്നത് അള്ളാഹു അഹദാണ്, ഫർദാണ്, സ്വമദാണ്, ഏകനാണ്. അപ്പൊ അള്ളാഹ് ഏകനാണെങ്കിൽ അവന് മകനുണ്ടാകാൻ പാടില്ല, മക്കളെ അവൻ സ്വീകരിക്കാൻ പാടില്ല. മക്കളെ സ്വീകരിച്ചാൽ അള്ളാഹുവിന്റെ ദാത്തിലും അള്ളാഹുവിന്റെ അസ്മായിലും അവന്റെ സിഫാത്തിലും അവന്റെ അഫ്ആലിലും അവൻ ഏകനല്ലാതെ വരും. ഈ ഗുണങ്ങൾ അവനോട് സാദൃശ്യമോ തുല്യതയോ ഈ മക്കൾക്കും കിട്ടും. മക്കൾ അള്ളാഹുവിൽ നിന്നുള്ളത് തന്നെയല്ലേ. അതുകൊണ്ട് അള്ളാഹ്ക്ക് മക്കളില്ല എന്നതാണ് അള്ളാഹു പറയുന്ന കാര്യം. ഇവിടെ അള്ളാഹ് മക്കളെ സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്ന ആയത്ത് ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹ്ഹാർ എന്നതുകൊണ്ട് അവസാനിപ്പിച്ചത് മക്കളെ സ്വീകരിക്കുക എന്നുള്ളത് ഇല്ല എന്ന് എംഫാറ്റിക്കലി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അടിസ്ഥാനപരമായി അള്ളാഹു വാഹിദാണ്. വാഹിദാണെങ്കിൽ മകനുണ്ടാകാൻ പാടില്ല. മകനുണ്ടായാൽ അള്ളാഹ്ക്ക് ഷബീഹോ മുമാത്തിലോ ആകും. അവന്റെ സത്തയിലാകാം, അവന്റെ നാമങ്ങളിലാകാം, അവന്റെ ഗുണവിശേഷങ്ങളിലാകാം, അവന്റെ അപദാനങ്ങളിലും പ്രവർത്തനങ്ങളിലുമാകാം. അപ്പൊ അല്ല, അള്ളാഹ് വാഹിദാണ്. അൽ ഖഹാർ, അതുപോലെ തന്നെ അള്ളാഹ് ഖഹാറാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു അതീശത്വം നടപ്പിലാക്കുന്നവനാണ്, അതീശാധിപതിയാണ്. ഏതിൽ? ലിജമീഇൽ ആലമിൽ ഉൽവിയി വസ്സുഫ്ലി, മുഴുവൻ ഉപരിലോകങ്ങളിലും മുഴുവൻ കീഴ്ലോകങ്ങളിലും. ആകാശം ഉപരിലോകം എന്ന് നമ്മൾ പറയുന്ന ഉപരിലോകങ്ങളാകട്ടെ, അല്ലെങ്കിൽ ഭൂമി പോലെയുള്ള കീഴ്ലോകങ്ങളാകട്ടെ, മുഴുവൻ ഉപരിലോകത്തിന്റെയും മുഴുവൻ കീഴ്ലോകങ്ങളുടെയും അടക്കി ഭരിക്കുന്ന അതീശാധിപതിയാണ് അള്ളാഹു. ഫലൗ കാന ലഹു വലദുൻ, അള്ളാഹ് ഒരു മകനെ സ്വീകരിച്ചു അല്ലെങ്കിൽ ഒരു പുത്രനെ സ്വീകരിച്ചു, പുത്രനുണ്ട് എന്ന് വെക്കുകയാണെങ്കിൽ ലം യകുൻ മഖ്ഹൂറൻ, ആ പുത്രൻ അള്ളാന്റെ അതീശാധിപത്യത്തിന് കീഴിലാകൂലല്ലോ. അടിമയാക്കി അടക്കി ഭരിക്കുക. ഇത് മുഴുവൻ സൃഷ്ടികളും ഉപരിലോകത്തും കീഴ്ലോകത്തുമുള്ള മുഴുവൻ സൃഷ്ടികളും അള്ളാഹ് അങ്ങനെ അടക്കി ഭരിച്ചിട്ടുള്ള, അടിമയാക്കി അടക്കി ഭരിച്ച് പൂർണ്ണമായ ഉടമസ്ഥതയും എല്ലാം അള്ളാഹ്ക്ക് മാത്രം വെച്ചിട്ടുള്ള, അടക്കി ഭരിച്ചിട്ട് അള്ളാന്റെ അതീശത്വത്തിന് കീഴിലാണ്. മക്കളാണെങ്കിൽ അങ്ങനെയല്ലല്ലോ. വലകാന ലഹു ഇദ്ലാലുൻ അല അബീഹ്, ഒരു മകനുണ്ടെങ്കിൽ, സന്താനമുണ്ടെങ്കിൽ, ലകാന ലഹു, ആ സന്താനത്തിന് ഉണ്ടാവുക തന്നെ ചെയ്യും, ഇദ്ലാലുൻ അല അബീഹ്, തന്റെ പിതാവിന്റെ മോൾ ഒരു ചെറിയ കൊഞ്ചലുണ്ടാകും. നമ്മളെ മക്കള് വേറുള്ള ആളുകളെ നമ്മളോട് പെരുമാറും പോലെ അല്ലല്ലോ, കുറച്ച് സ്വാതന്ത്ര്യം കൂടുതലാണ്. നമ്മളോടൊന്ന് കൊഞ്ചും. അതില് ആ മക്കളുടെ മേൽ ഖഹാരിയത്ത് ഉണ്ടാകൂല, അവര് മഖ്ഹൂറാവൂല, അവരെ അടിമകളാക്കിയിട്ട് അങ്ങോട്ട് കീഴ്പ്പെടുത്തൂല. അതുപോലെ തന്നെ ഇപ്പൊ മുനാസബ മിൻ, വാപ്പയുമായിട്ടൊരു ബന്ധം ഉണ്ടാകും. വാപ്പി മകൻ ഒന്നാണ്, അതിൽ നിന്നുള്ളതാണ് ഇത് എന്നുള്ളൊരു ബന്ധം അവിടെ ഉണ്ടാകും. അപ്പൊ അള്ളാഹു ഖഹാറാണ് എന്ന് പറയുന്ന ആ കാര്യം അത് നിഷേധിക്കുന്നിടത്തേക്ക് എത്തും. അതുകൊണ്ട് തന്നെ അള്ളാഹു മക്കളെ സ്വീകരിച്ചിട്ടില്ല എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവായിട്ട് അള്ളാഹു തന്നെ പറഞ്ഞു തരുന്നത്, അള്ളാഹ് അവനെ കുറിച്ച് പറയുന്നത് അവൻ അൽ വാഹിദുൽ ഖഹാർ. വാഹിദാകണമെങ്കിൽ സന്താനമുണ്ടാകാൻ പാടില്ല, ഖഹാറാകണമെങ്കിൽ സന്താനമുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ആയത്ത് ഈ രണ്ട് വിശേഷണത്തിൽ അവസാനിപ്പിച്ചത്, ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ. ഇനി തുടർന്നുകൊണ്ട് സഅദി പറയുന്നു, വവഹദതുഹു തആല വഖഹ്റുഹു മുതലാസിമാൻ. ഈ ആയത്ത് അവസാനിപ്പിച്ചപ്പോൾ ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ എന്ന് പറഞ്ഞിട്ടുള്ളിടത്ത് അള്ളാഹ് എന്നുള്ള ആ ഇസ്മുൽ ജലാലക്ക് പുറമെ രണ്ട് പേരുകൾ പറഞ്ഞു. ഒന്ന് അൽ വാഹിദ്, രണ്ട് അൽ ഖഹാർ. അതിൽ രണ്ടിലും ഓരോ ഇസ്മിലും ഓരോ ഗുണവിശേഷങ്ങൾ, ഓരോ സിഫത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. അതില് ഒന്നാമത്തേതിലുള്ളത് അൽ വഹിദ, അള്ളാഹുവിന്റെ ഏകത്വം എന്ന് പറയുന്ന വിശേഷണമാണ്. രണ്ടാമത്തെ ഖഹാറിലുള്ളത് വഖഹ്റുഹു, അള്ളാന്റെ അതീശത്വമാണ്. ഈ ഏകത്വവും അതീശാധിപതിയാവുക എന്നുള്ളതുമായ ഗുണവിശേഷം മുത്തലാസിമാന്, ഇത് പരസ്പര പൂരകങ്ങളാണ്, ഒന്നൊന്നിൽ നിന്ന് വേർപിരിയാത്തതാണ്, ഒന്നൊന്നിൽ നിന്ന്
വേർപിരിയാതെ അവിഭാജ്യമായി നിലകൊള്ളുന്നവയാണ്. ഫൽ വാഹിദു ലാ യകൂനു ഇല്ലാ ഖഹാറൻ. ഏകനാണ് എന്ന് പറഞ്ഞാൽ അവൻ ഖഹാർ അല്ലാതെ മറ്റൊന്നും ആയിരിക്കൂല. ഏകനാണെങ്കിൽ അവൻ ഖഹാറായിരിക്കും. വൽ ഖഹാറു, യാതൊരുവനെ കുറിച്ച് നമ്മൾ ഖഹാറാണ്, എല്ലാറ്റിനും മീതെ അതീശാധിപത്യമുള്ളവനാണ് എന്ന് പറയുന്നുവോ എങ്കിൽ ലാ യകൂനു ഇല്ലാ വാഹിദൻ. അങ്ങനത്തെ രണ്ടാളുണ്ടാകാൻ പറ്റൂല. രണ്ടാളുണ്ടെങ്കിൽ എല്ലാറ്റിനും മേലുള്ള അതീശാധിപത്യം കിട്ടൂലല്ലോ. അതീശാധിപത്യം എല്ലാവരുടെ മേലുള്ള ഒരാളെ മേലിൽ ഒഴിച്ചിട്ട് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഖഹാറാകണമെങ്കിൽ വാഹിദാകൽ നിർബന്ധമാണ്. വാഹിദാണെങ്കിൽ അത് ഖഹാറാകലും നിർബന്ധമാണ്. അവ പരസ്പരം പൂരിതവും പരസ്പരം അവിഭാജ്യമായി തുടരുന്നതുമായ ഗുണവിശേഷങ്ങളാണ്. വദാലിക യൻഫി ശരികത ലഹു മിൻ കുല്ലി വജ്ഹ്. ഈ പറയുന്ന വിശേഷണം അൽ വാഹിദുൽ ഖഹാർ എന്ന് പറയുന്ന വിശേഷണം എല്ലാ തരത്തിലുള്ള പങ്കിനെയും, അള്ളാഹ്ക്ക് പങ്കുണ്ട്, പങ്കാളികളുണ്ട് എന്ന് പറയുന്ന പങ്കാളിത്തത്തെ നിഷേധിക്കുന്നു. മിൻ കുല്ലി വജ്ഹ്, എല്ലാ മുഖത്തിലൂടെയും എല്ലാ തലത്തിലൂടെയും. ഒരു തലത്തിലും അള്ളാഹ്ക്ക് പങ്കാളിയില്ല, ഒരു പങ്ക് അള്ളാഹ്ക്കില്ല. അവൻ വാഹിദാണ്, അവൻ ഖഹാറാണ്. അതിൽ നൽകിയ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹ് യർഹമുഹു, അല്ലാഹ് യജ്സിഹി അന്ന ഖൈർ, അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു വല്ലാത്ത വിശദീകരണമാണ്. ഈ രണ്ട് വരികൾ, അവസാനം പറഞ്ഞ രണ്ട് വാചകങ്ങൾ നിങ്ങൾ സ്വസ്ഥമായിട്ട് വായിച്ചു നോക്കണം. കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വാട്സപ്പിലോ മറ്റോ ചോദിച്ചോ, ഒരു കുഴപ്പമില്ല. അൽ ഖഹാറു ലി ജമീഇൽ ആലമിൽ ഉൽവി വസ്സുഫ്ലി. അല്ലാഹു, അവൻ ഖഹാറാണ് മുഴുവൻ ഉപരിലോകങ്ങളുടെയും മുഴുവൻ കീഴ്ലോകങ്ങളുടെയും. എവിടെയെങ്കിലും ഒന്ന് അള്ളാന്റെ ഖഹാരിയത്തിൽ നിന്ന് പുറത്തില്ല. ഫലൗകാന ലഹു വലദുൻ ലം യകുൻ മഖ്ഹൂറൻ. വലത്, അള്ളാഹ്ക്കും ഒരു സന്താനം ഉണ്ടായിരുന്നെങ്കിൽ ആ സന്താനം മഖ്ഹൂറാകൂല. മക്കൾക്ക് അടിമകൾക്ക് കവിഞ്ഞ ഒരു ചെറിയ പദവി ഉണ്ടാവില്ലേ? യാതൊരു സംശയമല്ലല്ലോ. മനുഷ്യന്മാരുടെ കാര്യം നോക്കി കുറെ അടിമകളുണ്ട്, അയാൾക്ക് മക്കളുണ്ട്. മകൻ അടിമയാകുമോ? ഇല്ല. അടിമകളുടെ സ്ഥാനമല്ലല്ലോ മകൻ ഉണ്ടാകുക. ഒരു അടിമ പെണ്ണിൽ ഒരു പുത്രൻ പിറന്നാൽ പോലും ആ പുത്രൻ പോലും സ്വതന്ത്രനായിരിക്കും. ആ അടിമപ്പെണ്ണ് തന്നെ ഈ മകൻ കാരണത്താൽ അവന്റെ പദവി ഉയരും, ഉമ്മുവരതായി തീരും. അതുകൊണ്ട് മക്കൾ അടിമയെ പോലെ മഖ്ഹൂറുകളാണ് എന്ന് പറയാൻ പറ്റൂല. വലകാന ലഹു ഇദ്ലാലുൻ അല അബീഹി മുനാസബ മിൻഹു. ആ മകന് അല്ലെങ്കിൽ ആ സന്താനത്തിന് വാപ്പാന്റെ മേലില് അതിന് കൊഞ്ചാനുള്ള അധികാരവും അവകാശവും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വാപ്പയുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കും. അതിനാൽ വവഹദതുഹു വഖഹ്റുഹു മുതലാസിമാനി. ഇവിടെ പറഞ്ഞിട്ടുള്ള രണ്ട് നാമങ്ങളിൽ അൽ വാഹിദുൽ ഖഹാർ എന്ന് പറയുന്നതിൽ ആ രണ്ട് നാമങ്ങളിലുമുള്ള ഗുണവിശേഷങ്ങൾ, ആദ്യത്തേതിലുള്ള ഏകത്വവും രണ്ടാമത്തേതിൽ പറഞ്ഞ അതീശത്വവും, അത് ഒന്നിന് പൂരകമാണ്, പരസ്പരം വേർപിരിയാത്തതാണ്. വൽ വാഹിദു ലാ യകൂനു ഇല്ലാ ഖഹാർ. ഒരാൾ വാഹിദാണ്, ഏകനാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ ഖഹാറാണ്. അവൻ ഏകനായി നിൽക്കുന്നു. അപ്പൊ ബാക്കിയുള്ളതെല്ലാം അവന്റെ കീഴിൽ, അവന്റെ അതീശത്വത്തിൽ, അവന്റെ അടിമത്വത്തിലാണ്. വൽ ഖഹാറു ലാ യകൂനു ഇല്ലാ വാഹിദൻ. ഒരാൾ ഖഹാറാണ് എന്ന് പറഞ്ഞാൽ ഖഹാർ ഏകനായിരിക്കണം. രണ്ടാമത് ഒരാൾ ഉണ്ടാകാൻ പറ്റൂല. രണ്ട് ഖഹാറുകൾ ഉണ്ടാവില്ല. രണ്ട് ഖഹാർ ഉണ്ടായാൽ അതിൽ ഒരാളെ കീഴ്പ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ഖഹാർ അല്ല രണ്ടാളും. ഖഹാറാണെങ്കിൽ ഏകനാകണം, ബാക്കിയെല്ലാം അവരുടെ കീഴിൽ വരണം. അതാണ് അതിന്റെ പ്രത്യേകത. വദാലിക യൻഫി ശരികത ലഹു മിൻ കുല്ലി വജ്ഹ്. അതിനാൽ അള്ളാഹുവിന് പങ്കാളി ഉണ്ടാവുക എന്ന പങ്കാളിത്തം അതിന് എല്ലാ അർത്ഥത്തിലും എല്ലാ തലത്തിലെയും നിഷേധിക്കുന്നതാണ് ഈ എക്സ്പ്രഷൻ. ഇതാണ് അതിന്റെ വ്യാഖ്യാനം. ഇനി ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ് യുകവ്വിറു അൽ-ലൈല അലൻ നഹാർ വയുകവ്വിറു അൻ-നഹാറ അലൽ ലൈൽ വസഖറ അശ്-ശംസ വൽ ഖമർ കുല്ലുൻ യജ്രി ലിഅജലിൻ മുസമ്മ അലാ ഹുവൽ അസീസുൽ ഗഫാർ. ഭയങ്കര മനോഹരമായ നമ്മുടെ ശ്രദ്ധ നമ്മൾക്ക് ആസ്വദിക്കാൻ, ഖുർആൻ ആസ്വദിക്കാനുള്ള ഒരു സഹൃദയത്വമുണ്ടെങ്കിൽ ഇതിന്റെ ഓരോ അക്ഷരത്തിലും അത്രയും വലിയ ആശയഭംഗിയുണ്ട്, അത്രയും വലിയ ഭാഷാ സൗന്ദര്യമുണ്ട്, അത്രയും വലിയ മനോഹാരിത ഉണ്ട്. ഖലഖസ് സമാവാതി വൽ അർദ്. അവൻ അൽ വാഹിദുൽ ഖഹാർ, ഏകനായിട്ടുള്ള അതീശാധിപതിയായിട്ടുള്ള അല്ലാഹ്, അവനാണ് സൃഷ്ടിച്ചത്. അസ്സമാവാത്ത്, ഉപരിലോകങ്ങളെ. സമാഇന് രണ്ടർത്ഥമുണ്ട്. സമാഇന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്
നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആകാശം, നമുക്ക് അനുഭവവേദ്യമാകുന്ന ആകാശം, അത് ആകാശം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശയം ഉണ്ടല്ലോ, അതിന് സമാ എന്ന് പറയും. സമാ എന്ന് പറയുന്നതിന് അതല്ലാത്തൊരർത്ഥമുണ്ട്. നമുക്ക് അനുഭവപ്പെടുന്ന ഈ ആകാശം മാത്രമല്ല, അതിനപ്പുറം നമ്മുടെ അനുഭവത്തിന്റെ പുറത്തുള്ള, നമ്മുടെ അറിവിന്റെയും അനുഭവത്തിന്റെയും അപ്പുറത്തുള്ള ഉപരിലോകങ്ങൾ എന്നൊരർത്ഥമുണ്ട്. ഇവിടെ ആ രണ്ടാമത്തെ അർത്ഥമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ അർത്ഥമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ കാണുന്ന, നമ്മളോട് തൊട്ടു ചേർന്ന് കിടക്കുന്ന ആകാശമാകട്ടെ, നമ്മൾ നക്ഷത്രത്തെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ വിന്യസിച്ചിരിക്കുന്നതായി കാണുന്ന ഈ നഭോമണ്ഡലം എന്ന് പറയുന്നതാകട്ടെ, അതിനപ്പുറം നമ്മുടെ അറിവിൽ വന്നിട്ടില്ലാത്ത, നമ്മുടെ അനുഭവത്തിൽ വന്നിട്ടില്ലാത്ത, അള്ളാഹു പറഞ്ഞു തന്നതുകൊണ്ട് മാത്രം നമുക്കറിയാവുന്ന ഉപരിലോകങ്ങൾ, അതടക്കമുള്ള ഉപരിലോകങ്ങൾ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഉപരിലോകങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഉപരിലോകം മാത്രമല്ല, വൽ അർള്, നമ്മൾ നിലക്കൊള്ളുന്ന ഈ ഭൂമി, കീഴ്ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതുപോലെ താഴേക്ക് കീഴ്ലോകങ്ങൾ വേറെ ഉണ്ട്. അത് ഖുർആനിൽ സൂചനയുണ്ട്, ഹദീസിൽ വ്യക്തമായ പരാമർശമുണ്ട്. വമിനൽ അർളി മിസ്ലുഹുൻ എന്ന് പറയുന്ന ഖുർആനിക സൂക്തം ആകാശത്തെ അല്ലാഹ് 7ആയി സൃഷ്ടിച്ചു, അതുപോലെ തന്നെ ഭൂമിയെയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിലും തത്തുല്യമായതുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന്റെ വ്യാഖ്യാനം ഭൂമി 7ആണ് എന്ന് തന്നെയാണ് അതിന്റെ ഏറ്റവും ആധികാരികമായ വ്യാഖ്യാനം. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് അവകാശപ്പെടാത്ത ഒരു കഷ്ണം ഭൂമി കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ അത് അന്ത്യനാളിൽ അയാളുടെ കഴുത്തിൽ ഒരു ഭാരമായിട്ട് അണിയിപ്പിക്കപ്പെടും. അപ്പൊ അത് ഒരു ഭൂമിയല്ല, കവർന്നെടുത്തത് ഇവിടുത്തെ ഒരു ഭൂമിയാണ്, മറിച്ച് 7 ഭൂമികളാണ്. അങ്ങനെ 7 ഭൂമികൾ താഴേക്കുണ്ട്. അതെങ്ങനെയെന്ന് ചോദിക്കണ്ട. അത് ഒരു റഷ്യക്കാർക്കോ അല്ലെങ്കിൽ അമേരിക്കക്കാർക്കോ അല്ലെങ്കിൽ യൂറോപ്പിനോ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയണമല്ല. നമ്മുടെ കണ്ടുപിടിക്കാവുന്ന മേഖല എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു മേഖലയാണ്. അതോടുകൂടി കാര്യങ്ങൾ തീരാൻ പോകുന്നില്ല. അത് നമ്മുടെ അറിവിന്റെ, നമ്മുടെ അനുഭവത്തിന്റെ പരിമിതി എന്നല്ലാണ്ട് കാര്യങ്ങൾ അവിടെ കൊണ്ട് തീരാൻ പോകുന്നില്ല. ഏതാണെങ്കിലും ആകാശങ്ങൾ, ഉപരിലോകങ്ങൾ, നാം താമസിക്കുന്ന, നമ്മെ അള്ളാഹ് താമസിപ്പിച്ചിട്ടുള്ള ഈ ഭൂമി, ഇതെല്ലാം സൃഷ്ടിച്ചത് അള്ളാഹു മാത്രമാണ്. അത് അള്ളാഹു അവയെ സൃഷ്ടിച്ചത് ബിൽ ഹഖ്, ഹക്കായ നിലക്കാണ്. അവിടെ ബിൽ ഹഖ് എന്ന് പറഞ്ഞതിന് തഫ്സീറുഹു മിനൽ ഖുർആൻ. ആദ്യം ഖുർആനിൽ നിന്ന് അതിന് കൊടുക്കുന്ന തഫ്സീർ നമുക്ക് നോക്കാം. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഹഖ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഉദ്ദേശപൂർവം, സ്വോദ്ദേശപരമായ ഒരു കാര്യം പ്രത്യേക ലക്ഷ്യത്തോടു കൂടി ഒരു കാര്യം ചെയ്യുന്നതിനാണ് ബിൽ ഹഖ് എന്ന് പറയുന്നത്. ആ ലക്ഷ്യം നല്ല ലക്ഷ്യമാകണം. ഉന്നതമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, ലക്ഷ്യങ്ങളോട് കൂടി ഒരു കാര്യം ചെയ്യുന്നുവെങ്കിൽ അതിന് ബിൽ ഹഖ് എന്ന് പറയും. ഹക്കുമായി, ഹക്കായ നിലയിൽ, വളരെ ന്യായമായ, വളരെ സ്വോദ്ദേശപരമായ ഒരു ലക്ഷ്യം മുൻനിർത്തിയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ അതിന്റെ നേരെ വിപരീതം എന്താണ്? അതിന്റെ നേരെ വിപരീതം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ അതൊരു കളി, തമാശ, അപ്പച്ചന്റെ തമാശ എന്നാണ്. ഒരു തമാശക്ക് അതിന് സാധാരണ ബാത്തില് എന്ന് പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു അവയെ സൃഷ്ടിച്ചത്, ഇവിടെ ഈ സൂറത്ത് സുമറിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ്, ഉന്നതമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്, മഹത്തായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, സതുദ്ദേശപരമായ സൃഷ്ടിപ്പാണ് അള്ളാഹു നടത്തിയിട്ടുള്ളത്. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ, ഇപ്പൊ രാത്രി എന്ന് പറയുമ്പോൾ ആ രാത്രിയുടെ കരാളമായ ആ മുഖവും അതിന്റെ ഭീകരമായ അവസ്ഥയും അവിടുത്തെ പേടികളും നമുക്ക് മനസ്സിലാകണമെങ്കിൽ അതിന് പകൽ വന്നാലുള്ള സൗകര്യം, അതിന്റെ തെളിച്ചം, അതിന്റെ വെളിച്ചം, അതിൽ കാര്യങ്ങൾ കാണുന്നത്, നീങ്ങാൻ പറ്റുന്നത്, അപ്പൊ പകലും കൂടി പറഞ്ഞു കൊടുക്കണം. പകൽ എന്ന് പറഞ്ഞാൽ രാത്രി മനസ്സിലാവും, രാത്രി എന്ന് പറഞ്ഞാൽ പകൽ മനസ്സിലാവും.
വിപരീതങ്ങളിലൂടെയാണ് നമുക്ക് പലതിനെയും മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക. വിപരീതങ്ങളിലൂടെയാണ്. വബിളിദ്ദിഹാ തതബയ്യനുൽ അശ്യാഉ. കാര്യങ്ങളിൽ നമുക്ക് വ്യക്തത കിട്ടുന്നത് വിരുദ്ധമായ കാര്യങ്ങൾ കൂടി അടുത്തു വെക്കുമ്പോഴാണ്. ഇപ്പോ കണ്ണ് എന്ന് പറയും. കണ്ണിന്റെ വില അറിയണമെങ്കിൽ കണ്ണങ്ങ് പോയോ നോക്കണം. ഇപ്പൊ നമുക്കാർക്കും ഒരു വിലയില്ല കണ്ണിന്. കാരണം നമ്മൾ ഫീസ് കൊടുക്കണില്ലല്ലോ. നമ്മള് കണ്ണുകൊണ്ട് കാണുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള താരിഫ് ഉണ്ടോ? ട്രംപിന്റെ പകരച്ചുങ്കുണ്ടോ? ഇല്ല, ഒരു ചുങ്കും കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ ദുബായിലൂടെ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ഇന്ന മണിക്കൂറിന്റെ ഇടയിലാണെങ്കിൽ ഇത്ര രൂപ നിങ്ങൾ സാലിക്ക് കൊടുക്കണം, ടോൾ കൊടുക്കണം. അങ്ങനത്തെ ടോൾ ഉണ്ടോ കണ്ണുകൊണ്ട് കാണുന്നതിന്? ഇല്ല. കണ്ണിന് അതുകൊണ്ട് നമുക്കൊരു വിലയും തോന്നൂല. കാര്യം നമുക്ക് വ്യക്തമാകുന്നില്ല ഇതിന്റെ വില എന്താന്നുള്ളത്. ഇതിന്റെ വില അറിയണമെങ്കിൽ ഒരു ദിവസം എഴുന്നേറ്റ് നോക്കുമ്പോൾ കണ്ണ് കാഴ്ച മറ്റാണ് പോയിട്ടുണ്ട് എന്ന് ആലോചിച്ചു നോക്കും. അപ്പോ അന്ധത, അതിന്റെ നേരെ വിപരീതമായ ഒരു ആശയം മുന്നിൽ വെക്കുമ്പോൾ മാത്രമാണ് കാഴ്ച എന്ന് പറയുന്നത് എന്ത്, അതിന്റെ മഹത്വം എന്ത് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ആശയം വേറെ രൂപത്തിൽ ആവിഷ്കരിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇന്നമാ തൻഖുദു ഉറൽ ഇസ്ലാമി ഉർവത്തൻ ഉർവത്തൻ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയ്യ. ഇസ്ലാമിന്റെ കയറ് അതിന്റെ ഓരോ കയറിന്റെ പിരികൾ, ഓരോ ചിറകൾ അത് പൊട്ടിപ്പോകും. ഇദാ നശഅ ഫിൽ ഇസ്ലാം മൻ ലാ യഅരിഫുൽ ജാഹിലിയ്യ. ജാഹിലിയ്യത്ത് എന്താണ് എന്ന് അറിയാത്ത ആൾക്കാർ ഇസ്ലാമിൽ വന്നാൽ ഇസ്ലാമിന്റെ കയറ് ഓരോ ചുറകളായിട്ട്, അതിന്റെ ഓരോരോ ഇഴകളായിട്ട്, പിരികളായിട്ട് അത് പൊട്ടിപ്പോകും. കാരണം ഇസ്ലാമിന്റെ മഹത്വം അറിയണമെങ്കിൽ ജാഹിലിയ്യത്ത് അറിയണം. റസൂലുള്ള വരുന്നതിന് മുമ്പ് ആ പാഗൻ സമൂഹത്തിലുണ്ടായിരുന്ന വിശ്വാസപരമായിട്ടുള്ള അവസ്ഥ എന്ത്, അവരെ സങ്കല്പങ്ങൾ എത്രമാത്രം മൂഢസങ്കല്പങ്ങളായിരുന്നു, അവരുടെ ആചാരങ്ങൾ എത്ര വൃത്തികെട്ടതായിരുന്നു, അവരുടെ സാമൂഹ്യമായ ബന്ധങ്ങൾ എത്രത്തോളത്തോളം ശിഥിലമായിരുന്നു, അവരുടെ മര്യാദകേടുകൾ എത്രമാത്രം ഭീഭത്സമായിരുന്നു, അതറിയണ്ടേ. അപ്പൊ ജാഹിലിയത്ത് അറിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഇസ്ലാമിന്റെ മഹത്വം അറിയുള്ളൂ. അത് ഒരു തത്വമാണ്. ആ തത്വമാണ് അറബി കവിതയിൽ മനോഹരമായിട്ട് പറയാറുള്ളത്. വബിളിദ്ദിഹാ തതബയ്യനുൽ അശ്യാഉ. ഏതൊരു കാര്യം നിങ്ങൾക്ക് വ്യക്തമാകണമെങ്കിലും അതിന്റെ നേരെ വിപരീതമായത് അവിടെ കൊണ്ടുവച്ചു കൊടുക്കണം, അപ്പോഴേ കാണുള്ളൂ. രാത്രി എന്ന് പറഞ്ഞെങ്കിൽ പകൽ പടുത്ത് കാണിച്ചെങ്കിലേ രാത്രിന്റെ ആ ഭീകരത അറിയുള്ളൂ, പകലിന്റെ മേന്മ അറിയുള്ളൂ. ഇസ്ലാമിന്റെ മേന്മ അറിയണമെങ്കിൽ ജാഹിലിയത്ത് എന്ന് പറയുന്നതിന്റെ ആ ഭീകരമുഖം നമുക്ക് കിട്ടേണ്ടതുണ്ട്. എന്നതുപോലെ ഇവിടെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി അള്ളാഹ് ആകാശങ്ങളെയും ഭൂമിയെയും മഹത്തായ ലക്ഷ്യങ്ങൾ മുൻനിർത്തി നടത്തിയിട്ടുള്ള സ്വോദ്ദേശപരമായ സൃഷ്ടിപ്പാണ് എന്ന് പറയുമ്പോൾ അതിന്റെ നേരെ വിപരീതം പറഞ്ഞു തരണം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സ്വാദിൽ പറഞ്ഞു. സ്വാദിൽ അള്ളാഹു പറയുന്നുണ്ട്, വമാ ഖലഖനസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ബാത്തില. ആകാശങ്ങളെയും അതുപോലെ തന്നെ ഭൂമിയെയും അവക്കിടയിലുള്ള ചരാചരങ്ങളെയും നാം സൃഷ്ടിച്ചിട്ടില്ല ബാത്തിലൻ, ഒരു ലക്ഷ്യമല്ലാണ്ട്, ഒരു മഹത്തായ ലക്ഷ്യം മുൻനിർത്തിയല്ല, വൃഥ അനാവശ്യമായി വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ നാം സൃഷ്ടിച്ചിട്ടില്ല. അങ്ങനെ കരുതുന്നുണ്ട് എങ്കിൽ ദാലിക ളന്നുൽ ലദീന കഫറു, അത് വിശ്വാസമില്ലാത്ത അവിശ്വാസികളായ ആളുകളുടെ വെറും ഒരു ഊഹാണ്. അതവിടെ വെച്ചാൽ മതി. വൈലുൽ ലില്ലദീന കഫറു മിനന്നാർ. ഇങ്ങനെയുള്ള അവിശ്വാസികൾ, അവർക്ക് മഹാനാശം, നരകത്തിൽ അവർക്ക് കൊടുക്കാൻ പോകുന്നത് നരകത്തിലെ ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു താഴ്വരയുണ്ട്. അതിന്റെ പേരാണ് വൈല്. നരകത്തിലെ ഏറ്റവും ഭയാനകമായിട്ടുള്ള, ഏറ്റവും ആഴമേറിയിട്ടുള്ള ആ ഏരിയ വൈലിൽ തന്നെ കൊണ്ടുപോയിട്ട് അവരെറിയും. അവരുടെ ഒരു തോന്നലാണ്, അവരുടെ ഒരു ഊഹമാണത്, അവരുടെ തോന്നലാണ്. അള്ളാഹ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് ബാത്തിലായിട്ടല്ല, പിന്നെന്തായിട്ടാണ്? ഹക്കായിട്ടാണ്. ആദ്യം ഹക്കായിട്ടാണ് എന്ന് പറഞ്ഞു, പിന്നെ ബാത്തിലായിട്ടല്ല എന്ന് പറഞ്ഞു. ഇത് സൂറത്തു സ്വാദിൽ അള്ളാഹ് പറഞ്ഞതാണ്. അപ്പോ നിങ്ങൾക്ക് തോന്നും അള്ളാഹ്ക്ക് അങ്ങനെ പറ്റാത്തത് കൊണ്ടാണ്. അങ്ങനെയൊന്നും കരുതണ്ട. അള്ളാഹ് തന്നെ അതൊന്നും കൂടി സൂറത്തുൽ അംബിയായിൽ വ്യക്തമാക്കി. വമാ ഖലഖനസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ലഅബീൻ ലൗ അറദനാ അൻ നത്തഖിദ ലഹുവൻ ലത്തഖദ്നാഹു മിൻ ലദുന്ന ഇൻ കുന്നാ ഫാഇലീൻ. ആകാശങ്ങളെയും ആകാശത്തെയും ഭൂമിയെയും നാം സൃഷ്ടിച്ചിട്ടില്ല. വമാ ബൈനഹുമ, അവക്കിടയിലുള്ളവയെയും, ആകാശം ഭൂമി അവക്കിടയിലുള്ളവ, ഇവയെ നാം സൃഷ്ടിച്ചിട്ടില്ല. ലഅബീൻ, ഒരു തമാശക്ക് കളിയായിട്ട് സൃഷ്ടിച്ചതല്ല, മറിച്ച് ആകാശത്തെയും ഭൂമിയെയും അവക്കിടയിലുള്ളയും അവയിലുള്ളവയെയുമായ എല്ലാവിധ സൃഷ്ടികളെയും സൃഷ്ടിക്കുന്നത് അള്ളാഹു ഹക്കായിട്ടാണ്. മഹത്തായ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള സ്വോദ്ദേശപരമായ സൃഷ്ടിപ്പാണ്.
അല്ലാതെ അത് ബാത്തിലല്ല, അത് വൃഥാ സൃഷ്ടിച്ചതല്ല. അല്ലെങ്കിൽ വമാ ബൈനഹുമ, അവക്കിടയിലുള്ളവയെ നാം സൃഷ്ടിച്ചത് ലാഇബീൻ, തമാശയ്ക്ക് വേണ്ടി കളിക്ക് വേണ്ടി കളിക്കുന്നവരായി സൃഷ്ടിച്ചതല്ല. ലൗ അറദ്നാ അൻ നത്തഖിദ ലഹുവൻ, അതിനെ ആകാശഭൂമി അവയുടെ സൃഷ്ടിപ്പ് എന്നതിനെയൊക്കെ ഒരു ലഹുവ്, വിനോദമാക്കണം, ഒരു തമാശയാക്കണം എന്ന് നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലത്തഖദ്നാഹു മിൻ ലദുന്ന, നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്കതിനെ അങ്ങനെ ആക്കി തീർക്കാമായിരുന്നു. പക്ഷേ അള്ളാഹു അങ്ങനെ ചെയ്യുന്നവനല്ല. അവന്റെ എല്ലാ കാര്യങ്ങളും അത് പെർഫെക്റ്റ് ആണ്. അവന്റെ മഹത്വത്തിനോട് നിരക്കുന്ന വിധത്തിലേ അവൻ കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഇൻ കുന്ന ഫാഇലീൻ, ഒരു നിലക്കും നമ്മൾ അങ്ങനെ വൃഥാ സൃഷ്ടിക്കുക, ലക്ഷ്യമില്ലാതെ സൃഷ്ടിക്കുക, ലക്ഷ്യമില്ലാതെ തമാശക്ക് ചെയ്യുക, അങ്ങനെ കളിയായിട്ട് ചെയ്യുക, അങ്ങനെ ഒന്നും ചെയ്യുന്നവനെ അല്ല. അള്ളാഹ് എന്ത് ചെയ്താലും അതിന് അവന് ഹിക്മത്തുണ്ട്, വലിയ ലക്ഷ്യങ്ങളുണ്ട്, മഹത്തായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. മഹത്തായ ഉദ്ദേശ ലക്ഷ്യങ്ങളോട് കൂടിയുള്ള സ്വോദ്ദേശപരമായ സൃഷ്ടിപ്പാണ്. ഇത് പറയുമ്പോഴേ നിങ്ങൾക്ക് ഈ രണ്ട് സൂറത്ത് സ്വാദിലും സൂറത്ത് അംബിയയിലും പറഞ്ഞിട്ടുള്ള വചനങ്ങൾ കൂട്ടിവെച്ച് ചേർക്കുമ്പോഴാണ് ബിൽ ഹഖ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കിട്ടുള്ളൂ. പരിഭാഷ ഇനിയിപ്പോ അമാനി മൗലവി എഴുതിയാലും അല്ലെങ്കിൽ അമീദ് മൗലവി എഴുതിയാലും നമ്മൾ എഴുതിയാലും വേറെ ആരെഴുതിയാലും ഇതൊന്നും പരിഭാഷയിൽ വരുത്താൻ പറ്റൂല. ആരെവിടെ പരിഭാഷ എഴുതിയാലും, കൂറ്റനാട് എഴുതിയാലും അല്ലെങ്കിൽ മൗദൂദി എഴുതിയാലും, മൗദൂദിന്റെ വേറെ ഏതെങ്കിലും ആളുകൾ പരിഭാഷപ്പെടുത്തിയാലും, ആരെന്ത് എഴുതിയാലും, ഇനി ഇംഗ്ലീഷിൽ യൂസ്ഫലി എഴുതിയാലും യൂസ്ഫലി അല്ലാത്തോലെ എഴുതിയാലും പെത്താൾ എഴുതിയാലും പരിഭാഷയ്ക്ക് പരിഭാഷന്റെ പരിമിതിയുണ്ട്. അതുകൊണ്ട് ഖുർആനെ നിങ്ങൾ മനസ്സിലാക്കുമ്പോ ഏതെങ്കിലും ഒരു ഭാഷയിൽ എഴുതിയിട്ടുള്ള വളരെ പരിമിതമായിട്ടുള്ള ഒരു വാക്കിൽ ആ പരിഭാഷയിൽ മനസ്സിലാക്കരുത്. ഇവിടെ നിങ്ങൾ നോക്കൂ, നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന 5-ാമത്തെ ആയത്ത്, അഥവാ ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ്, ആ ബിൽ ഹഖ് എന്ന് പറയുന്ന ആ വാക്കിന്റെ ഒരു കനം എത്രയാണ്. ഒരു വാക്കുപയോഗിക്കുമ്പോ അതിൽ ഇത്തരത്തിലുള്ള വലിയ ആശയങ്ങൾ കിടക്കുമ്പോ അതൊരു ഭംഗിയല്ലേ, അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ലേ? അത് നമ്മുടെ സർഗശേഷി എത്രത്തോളം ത്രസിപ്പിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഉപരിലോകങ്ങളാണെങ്കിൽ, അതുപോലെ നാം ജീവിക്കുന്ന ഈ കീഴ്ലോകമാണെങ്കിൽ, ഭൂമിയാണെങ്കിൽ, അത് അള്ളാഹ് ഒരു തമാശക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. നേരത്തെ ഒരു ഭ്രാന്തരണ്ട് ഉണ്ടാക്കിയിട്ടതാണ് എന്നാണോ? അല്ല, ബിൽ ഹഖ്, ഹക്കായിട്ടാണ് അവയെ നാം സൃഷ്ടിച്ചത്. ആ ഹക്കായിട്ടാണ് എന്ന് അറബി പറയാൻ പറ്റും. ഹക്കായിട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്, മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടി നടത്തിയ സ്വോദ്ദേശപരമായ സൃഷ്ടിപ്പാണ് എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ അത് ബാത്തിലായി സൃഷ്ടിച്ചതല്ല. അള്ളാഹു അത് സൃഷ്ടിച്ചപ്പോൾ ഒരു വിനോദമോ കളിയോ ലാഇബീൻ, കളിക്കാൻ വേണ്ടി ചെയ്തതല്ല. അള്ളാഹ്ക്ക് അങ്ങനെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ചെയ്യാൻ പറ്റായിട്ടല്ല. പക്ഷെ അള്ളാഹിന്റെ മഹത്വത്തോട് നിരക്കുന്ന നിലപാടല്ലത്. അള്ളാഹ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. സ്വാദിലെയും അംബിയായിലെയും ആയത്തുകൾ കൂട്ടിവെക്കുമ്പോ അതാണ് അൽ ഖുർആനു യുഫസ്സിറു ബഅ്ളുഹു ബഅ്ളാ, ഖുർആനിന്റെ ഒരു ഭാഗത്തെ മറ്റു ഭാഗം വ്യാഖ്യാനിക്കും, വിശദീകരിക്കും, നമുക്ക് കാര്യം വേർതിരിച്ച് വ്യക്തമാക്കി തരും എന്ന് പറയുന്നതിന്റെ അർത്ഥം. നിങ്ങൾ ആ രണ്ട് ഭാഗം സൂറത്ത് സ്വാദിൽ വന്നിട്ടുള്ള അതും സൂറത്ത് അംബിയായിൽ വന്നിട്ടുള്ളതും ഒന്ന് നോട്ട് ചെയ്തിട്ട് ഇതിന്റെ കൂടെ ഒന്ന് എടുത്തുവെച്ച് വായിച്ചു നോക്കി, അപ്പൊ നിങ്ങൾക്ക് അത് നല്ലൊരു ചിത്രം കിട്ടും. സ്വാദിൽ പറഞ്ഞത് വമാ ഖലഖ്നസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ബാത്തിലൻ ദാലിക ളന്നൽ ലദീന കഫറു വവൈലുൽ ലില്ലദീന കഫറു മിനൻ നാർ. അംബിയായിൽ പറഞ്ഞത് വമാ ഖലഖ്നസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ലഅബീൻ ലൗ അറദ്നാ അൻ നത്തഖിദ ലഹുവൻ ലത്തഖദ്നാഹു മിൻ ലദുന്നാ ഇൻ കുന്നാ ഫാഇലീൻ. അപ്പൊ അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മറിച്ച് ബിൽ ഹഖ്, ഹക്കോട് കൂടിയാണ്. അടുത്തത് ഇനി അതിനേക്കാൾ ഭംഗിയുള്ള ഒരു കാര്യം, യുകവ്വിറുൽ ലൈല അലൻ നഹാർ വയുകവ്വിറുൻ നഹാറ അലൽ ലൈൽ. കവ്വറ യുകവ്വിറു, കവ്വറ യുകവ്വിറു, രണ്ട് പ്രതിഭാസങ്ങൾ നടക്കുന്നുണ്ട്. രാത്രി പകല്. ആദ്യം നമ്മൾ മനസ്സിലാക്കണം, രാത്രി പകല്. പകല് രാത്രിയല്ല, രാത്രി പകലാണ്. ഖുർആനിലുള്ള എക്സ്പ്രഷൻസ് നമ്മൾ ഓരോന്നായിട്ട് എടുത്തു നോക്കി ഇസ്തിഖ്റാഅ് നടത്തിയാൽ നമുക്ക് മനസ്സിലാകും. ആദ്യം രാത്രിയാണ്, പിന്നെയാണ് പകല്. അതുകൊണ്ട് പകല് രാത്രി എന്ന് വരരുത്. കാലഗണനയിൽ പോലും അങ്ങനെയാണ് ഇസ്ലാം വെച്ചിട്ടുള്ളത്. ഒരു ദിവസം തുടങ്ങുന്നത്
പകലിലല്ല, രാത്രിയിലാണ്. അല്ലെങ്കിൽ ഇന്നിവിടെ എന്താ ഈ പിന്നെ ഗ്രീൻവിച്ച് മീൻ ടൈം, GMT, മറ്റേ UTI എന്നൊക്കെ പറയുന്ന ആ സങ്കല്പത്തിന് അർദ്ധരാത്രി 12 മണിക്കുമല്ല തുടങ്ങുന്നത്. ഇരുട്ടിൽ നിന്നാണ് തുടങ്ങിയത്. ഇവിടെ ഇരുട്ടായിരുന്നു, അതിലേക്ക് അള്ളാഹ് പിന്നെ വെളിച്ചം കൊണ്ടുവന്നതാ. വെളിച്ചമില്ലാത്ത അവസ്ഥ, അതിലേക്ക് വെളിച്ചം കൊണ്ടുവന്നു. അതുകൊണ്ട് എപ്പോഴും തുടങ്ങുന്ന, ഒരു ദിവസം തുടങ്ങാന്ന് പറഞ്ഞാൽ, ഒരു മാസം തുടങ്ങാന്ന് പറഞ്ഞാൽ, ഒരു ദിവസം തുടങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതോട് കൂടിയാണ്. അപ്പൊ ആ രാത്രിയോട് കൂടിയാ തുടങ്ങുക. ലൈലത്തുൽ സബ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലൈലത്തുൽ സബ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ച രാത്രി, ഇന്ന് വരാൻ പോണ രാത്രിക്ക് ലൈലത്തുൽ സബ്ത് എന്നല്ല പറയാം. കാരണം സബ്ത്തിന്റെ രാത്രി എന്ന് പറഞ്ഞപ്പോ കഴിഞ്ഞു പോയി. ആദ്യം അതുകൊണ്ടാ തുടങ്ങുന്നത്. വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ചാൽ വെള്ളിയാഴ്ച കഴിഞ്ഞ് പിന്നുള്ള രാത്രി അത് സബ്തിന്റേതാണ്, ലൈലത്തുൽ സബ്ത്, അങ്ങനെയാണ് അറബി പറയാ. ഇനി ഇപ്പൊ ശനി എന്ന് പറയുന്ന ദിവസത്തിന്റെ ലൈലത്ത് രാത്രി കഴിഞ്ഞു കഴിയും. ഇപ്പൊ നമ്മൾ പകലിലെത്തി. ഇനി ഈ പകല് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായി ഈ 24 അവർ ക്ലോസ് ചെയ്തു. പിന്നെന്താ ചെയ്യാൻ പോണത്? പിന്നെ അഹദ് പിന്നെ യൗമുൽ അഹദ്, സൺഡേയുടെ രാത്രി തുടങ്ങി. അത് ലൈലത്തുൽ അഹദാണ്. അപ്പൊ രാത്രി പകല് എന്ന് പറയണത്, അതിലെന്താണ് ഈ രാത്രി എന്ന് പറയുന്നിടത്തുള്ള ഇരുട്ട് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു വ്യാഖ്യാനമൊന്നും കൊടുക്കാൻ പറ്റില്ല. ശാസ്ത്രം എന്തെങ്കിലുമൊക്കെ വിഡിത്തങ്ങൾ പറയും, അവർ തന്നെ തിരിച്ചു പറയും. അപ്പൊ നമ്മൾ ആകെ കൂടെ പ്ലിങ്ക് ചെയ്യേണ്ടി വരും. വെളിച്ചം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു നിർവചനമൊക്കെ നമ്മൾ പറയുന്നുണ്ടാകും. അത് പിന്നെ എന്താണ്, ഇതിന്റെ ഇന്ന കണികകളുടെ അനുസ്യൂതമായ പ്രവാഹമാണ് എന്ന് പറഞ്ഞിട്ട് ഓരോ കുറെ കണികകൾ ഉണ്ടാക്കും. അതിന്റെ അനുസ്യൂതമായ പ്രവാഹം ഉണ്ടാക്കും. പിന്നെ അതിനാണ് പിന്നെ സ്ഥിരമൂല്യമുള്ളത് എന്ന് പറയില്ല, അത് തെറ്റാണെന്ന് പറയും. അവർക്ക് വായി തോന്നിയതൊക്കെ പറയും. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ മാറ്റിക്കൊണ്ടിരിക്കണം, തെറ്റിക്കൊണ്ടിരിക്കണം, തിരുത്തിക്കൊണ്ടിരിക്കണം, വിഗണം നീക്കണം. ഇതാണ് ശാസ്ത്രം. പക്ഷെ നമുക്ക് അതിന് സമയമല്ല, അതിനൊന്നും ആയുസില്ല നമുക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ മരിക്കുന്നത്, അള്ളാഹനെ കണ്ടുമുട്ടുന്നത് അത് ആത്യന്തികമായ സത്യത്തിലായിരിക്കണം. അതുകൊണ്ട് തെറ്റലും തിരുത്തലൊക്കെ ആയിട്ട് ആൾക്കാർ, വേറെ പണിയില്ലാത്ത ആൾക്കാർ നടക്കട്ടെ. അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാനും അള്ളാഹ്ക്ക് പിന്നെ ശുക്റും ദിക്റും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ അതിനെന്നെ ജീവിതം തികയില്ല. വളരെ കുറഞ്ഞൊരു കാലമുള്ളൂ. അതിനിടക്ക് വയറ്റിലെ വിശപ്പ് തീർക്കാനുള്ള പണിയെടുക്കണം. ഇതേ നമ്മൾക്ക് ചെയ്യാറുള്ളൂ. അപ്പൊ രാത്രി എന്താണ്, പകലെന്താണ്, പകലിന്റെ വെളിച്ചം അതിനെങ്ങനെ നിർവചിക്കണം, രാത്രിന്റെ ഇരുട്ട് അതെന്താണെന്നുള്ള ആളോട് വിട്ടേക്ക്. ഈ പ്രതിഭാസം നമ്മൾ കാണുന്നുണ്ട്. ആ പ്രതിഭാസത്തില് രണ്ട് സംഗതികൾ ഖുർആനിൽ പറയുന്നുണ്ട്. ഒന്ന് യുക്കവ്വിറു എന്ന് ഇവിടെ പറയുന്ന തക്വീർ, കവ്വറ യുക്കവ്വിറു. മറ്റൊന്ന് യൂലിജു. നിങ്ങൾക്ക് എഴുതി തരാൻ നിവൃത്തിയില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ഷെയർ ചെയ്യാവുന്ന ആ ഫെസിലിറ്റി ഇന്ന് കാണുന്നില്ല. പക്ഷെ ആ രണ്ട് വാക്കും നിങ്ങൾ എഴുതി പഠിക്കേണ്ടതാണ്. യൂലിജുല്ലൈല ഫിന്നഹാരി വയൂലിജുന്നഹാറ ഫില്ലൈൽ. ഒന്നിലധികം സ്ഥലങ്ങളിൽ അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ യുക്കവ്വിർ, ഇത് രണ്ടും ഒന്നാണ് എന്ന് കരുതും ചില ആൾക്കാർ. അങ്ങനെ വ്യാഖ്യാനങ്ങൾ വന്നു പോയിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് രണ്ടും വ്യത്യസ്തമായ ആശയങ്ങളാണ്. രണ്ടും വ്യത്യസ്തമായ ആശയങ്ങളാണ്. യൂലിജുല്ലൈൽ ഫിന്നഹാർ വയൂലിജുന്നഹാർ ഫില്ലൈൽ എന്ന് പറഞ്ഞ ഔലജ യൂലിജു എന്ന് പറഞ്ഞ ഒന്നിന്റെ ഉള്ളിൽ പ്രവേശിപ്പിച്ചു. ഒന്നിന്റെ ഉള്ളിൽ പ്രവേശിപ്പിച്ചാൽ രാത്രിയെ പകലിൽ പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ രാത്രിയുടെ ഒരു ഭാഗം പകലായി. അപ്പൊ രാത്രി ചുരുങ്ങും, പകല് കൂടും. അത് സൂര്യന്റെ അയന വ്യത്യാസങ്ങൾ കൊണ്ട് അനുഭവപ്പെടുന്നതാണ് എന്നാണ് നമ്മളെ പിന്നെ 6ാം ക്ലാസ് 7ാം ക്ലാസ് ശാസ്ത്ര പാഠം. എന്തോ ആയിക്കോട്ടെ, നമ്മളതിനെ ഒന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ ആ വസ്തുത അവിടെ ഉണ്ട്. നമുക്ക് കൊല്ലത്തിൽ എല്ലാ ദിവസവും 12 മണിക്കൂർ രാത്രിയും 12 മണിക്കൂർ പകലും അല്ല നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ, ചില മാസങ്ങളിൽ രാത്രി കൂടുന്നു, ചില മാസങ്ങളിൽ, ചില ദിവസങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, പകല് ചുരുങ്ങുന്നു. പകല് കൂടും ചുരുങ്ങും. പകൽ എത്ര പിന്നെ ചുരുങ്ങുന്നുവോ അത്രയും രാത്രി കൂടും. പകൽ എത്ര കൂടുന്നുവോ അത്രയും രാത്രി ചുരുങ്ങും. ഇതാണ് യൂലിജുല്ലൈല ഫിന്നഹാർ യൂലിജുന്നഹാർ ഫില്ലൈൽ. ഞാൻ പറഞ്ഞ വ്യക്തമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതിന് ശാസ്ത്രത്തിന്റെ വിശദീകരണത്തിൽ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയന വ്യത്യാസം കൊണ്ടാണ്. ഇല്ല, അത് അയന വ്യത്യാസം കൊണ്ടാണ്. അയന വ്യത്യാസം കൊണ്ടാണ് എന്നാണ് ഇവരെ പിന്നെ ജിയോഗ്രഫി നമ്മൾ പഠിച്ചു പോരുന്നത്. ശരി തെറ്റുകൾ എന്താവട്ടെ, എനിക്കറിയില്ല.
അത് ഞാൻ പരിശോധിക്കാനുമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുണ്ട്. രാത്രിയിൽ നിന്ന് ഒരു ഭാഗത്തെ പകലിൽ പ്രവേശിപ്പിക്കുന്നു, പകലിൽ പ്രവേശിപ്പിക്കുന്നു. അപ്പൊ രാത്രി ചുരുങ്ങും, പകല് നീളും. പകലിൽ നിന്നൊരു ഭാഗത്തെ എന്ത് ചെയ്യുന്നു, രാത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അപ്പോൾ രാത്രി നീളും, പകൽ ചുരുങ്ങും. ഇത് നമ്മൾ കാണുന്നുണ്ട്. ഇത് വേറൊരു ആശയമാണ്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും, കൊല്ലത്തിലെ 360 ദിവസവും 12 മണിക്കൂർ രാത്രിയും 12 മണിക്കൂർ പകലും കിട്ടാത്തത്. ചിലപ്പോ 13 മണിക്കൂർ പിന്നെ 13.5 മണിക്കൂറൊക്കെ പകലുണ്ടാവും. ചിലപ്പോ നേരെ തിരിച്ച് പകലാണെങ്കിൽ 10 മണിക്കൂറിലേക്ക് ഇങ്ങോട്ട് ചുരുങ്ങി വന്നു, രാത്രി അങ്ങോട്ട് കൂടിയെന്ന് വരും. ഇനി രണ്ടാമത്തെ ഒരു പ്രതിഭാസമാണ് ഇവിടെ പറയുന്നത്. ഇത് രണ്ടും ഒന്നാണ്, തെറ്റിദ്ധരിക്കരുത്. തെക്ബീറാണ്. കബ്ബറ യുകബ്ബിറു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ആ ബാക്കി ഇവർ പ്രയോഗിക്കാറുള്ളത് കബ്ബറൽ അമാമത്ത എന്നതാണ് അറബിയിലെ പ്രയോഗം. അതിന്റെ അടിസ്ഥാന പ്രയോഗം അതാണ്. തലയിലിരിക്കുന്ന തലപ്പാവ് ഒന്ന് ഇങ്ങോട്ടും തിരിച്ചു റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേഷനാണ്. ആ റൊട്ടേഷൻ വരുമ്പോ എന്താവും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനെ എന്ത് ചെയ്യാൻ പോകുന്നില്ല, വിഴുങ്ങാൻ പോകുന്നില്ല. ഒന്നിനെ ചുരുക്കാനോ ഒന്നിനെ കൂട്ടാനോ പോകുന്നില്ല. രാത്രി അതിന്റെ കുറച്ചു ഭാഗം പകലിന് കൊടുക്കുകയോ അല്ലെങ്കിൽ പകൽ അതിന്റെ കുറച്ചു ഭാഗം രാത്രിക്ക് കൊടുക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് രാത്രി ഇങ്ങനെ വരുമ്പോ ആ ഭാഗത്തുനിന്ന് പകലിന് മാറിക്കൊടുക്കും. പകൽ അപ്പുറത്തേക്ക്, രാത്രി ഇങ്ങോട്ട് വരുന്ന ഭാഗം, അധികം കയറുന്ന ഭാഗം രാത്രിന്റെ അങ്ങേ അറ്റം രാത്രി ഒഴിവാക്കും, അവിടെ പകലയിലേക്ക് ഇട്ട് വരും. ഈ ഈ ഇതുണ്ടല്ലോ, ഈ റൊട്ടേഷന് രാത്രിയുടെയോ പകലിന്റെയോ സമയങ്ങളിൽ വ്യത്യാസം വരാതെ അത് റൊട്ടേറ്റ് ചെയ്ത് വരുന്ന ഈ മാറ്റത്തിനാണ് തെക്ബീർ എന്ന് പറയുന്നത്. അവിടെ രാത്രിക്കോ അല്ലെങ്കിൽ പകലിനോ സമയനഷ്ടമോ അല്ലെങ്കിൽ സമയത്തിന്റെ വർധനവോ ഉണ്ടാകുന്നില്ല. ഒന്ന് നീങ്ങുന്നിടത്തേക്ക് മറ്റത് വരുന്നു. യത്ലുബുഹു ഹസീസ യുഗ്ശിൽ ലൈല അന്നഹാറ യത്ലുബുഹു ഹസീസ. രാത്രി വന്നിട്ട് പകലിന്റെ വെളിച്ചത്തെ എങ്ങനെയാണ് പിന്നെ മൂടും. അപ്പൊ പകൽ അവിടുന്ന് ഒഴിഞ്ഞെടുക്കും, ഇപ്പുറത്തേക്ക് മാറും. അപ്പൊ അതിനിങ്ങോട്ട് മാറാൻ അത് എവിടേക്ക് വരുന്നിടത്ത് പകൽ ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ടാകും, അവിടെ രാത്രി വന്നിട്ടുണ്ടാകും. ഈ റൊട്ടേഷനിൽ രാത്രിക്കോ പകലിനോ സമയത്തിലുള്ള ദൈർഘ്യം കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ല. ഒന്നിന്റെ പിറകിലായിട്ട് ഇങ്ങനെ വരുന്നു. ഇങ്ങനെ യുകബ്ബിറുൽ ലൈൽ, രാത്രിയെ അവൻ തക്ബീർ ചെയ്യിക്കുന്നു, അലൻ നഹാർ, പകലിന്റെ മേൽ. വയുകബ്ബിറുൻ നഹാർ, പകലിനെ അവൻ തക്ബീർ ചെയ്യുന്നു, അലൽ ലൈൽ, രാത്രിയുടെ മേൽ. അപ്പോ ആദ്യം എന്ത് ചെയ്യും, ലൈലിനെ കൊണ്ട് നഹാറിനെ ഓടിപ്പിക്കും. ലൈലൻ വരുമ്പോ നഹാറിന്റെ ഓടും, പകലങ്ങ് ഓടും. അപ്പൊ പകലങ്ങ് ഓടിപ്പോകുന്നിടത്തേക്ക് രാത്രി ഇങ്ങോട്ട് നിൽക്കും. അപ്പൊ രാത്രി ഇങ്ങോട്ട് നിൽക്കുമ്പോ കുറച്ച് സ്ഥലം രാത്രിന്റെ ബാക്ക് ഭാഗത്ത് ബ്ലാങ്ക് വരുന്നിടത്തേക്ക് ആ പകൽ ഇങ്ങോട്ട് നീങ്ങി നിൽക്കും. ഇങ്ങനെ ഇവരിങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. വയുകബ്ബിറുൻ നഹാർ, അതുപോലെ തന്നെ പകലിനെ കൊണ്ട് എന്ത് ചെയ്യും, പിടിപ്പിക്കും, മൂടിപ്പിക്കും, അലല്ലൈൽ, രാത്രിയെ. അപ്പൊ ആ രാത്രിയിലേക്ക് വരുമ്പോ രാത്രി അവിടെ നിന്ന് പോകും. അപ്പൊ പകലിന്റെ ഈ ഭാഗം ഈ കുറച്ച് ഒഴിഞ്ഞോടത്തേക്ക് ആ മറ്റേ അധികം വരുന്ന രാത്രിയുടെ ആ ഭാഗം ഇങ്ങോട്ട് നിൽക്കും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. ആ രാപ്പകലുകളുടെ ക്രമാനുഗതമായ ഈ മാറ്റം എന്തൊരു രസാണ്. അത് നമ്മൾ കാണേണ്ടതല്ലേ. ആ നേരത്ത് രണ്ട് സമയവും നമ്മൾ ഏറ്റവും മോശമായി വിനിയോഗിക്കുന്ന സമയങ്ങളാണ്. ഒന്ന്, ഈ സൂതിങ്ങനെ പോയിട്ട് രാത്രി ഇങ്ങനെ അങ്ങോട്ട് ഏറ്റവും വലിയൊരു ഇരുട്ട് വന്ന് ആ ഇരുട്ടിന്റെ അവസാനത്തിൽ പ്രഭാതം ബ്രേക്ക് ചെയ്യുന്നു. പ്രഭാതം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ഇരുട്ടങ്ങിട്ട് നീങ്ങിയിട്ട് അവിടെ വെളിച്ചെങ്ങനെയാണ് വന്നു പോകുന്ന, രാത്രിയെ ഓടിച്ച് പകലിങ്ങനെയാണ് വരുന്ന, പകൽ അതിനെങ്ങനെ അങ്ങോട്ട് പിടിച്ചു വരുന്ന ആ വരവ്. ആ നേരത്തെ നമ്മള് സുബഹിസ്കരിക്കുന്ന ആളുകൾ വരെ നിസ്കരിച്ചു വന്നിട്ട് ഒറ്റ ഉറക്കാണ്. ഒന്ന് പ്രപഞ്ചത്തിലേക്ക് നോക്കാൻ, ഒന്ന് ചക്രവാളത്തിലേക്ക് നോക്കാൻ, ഒന്ന് ഈ തക്ബീറുല്ലൈലി അലൻ നഹാർ തക്ബീറുൻ നഹാരി അലല്ലൈൽ എന്ന് പറയുന്ന പ്രതിഭാസം ഒന്ന് കാണാൻ, ഒന്ന് കണ്ണു തുറന്ന് കാണാൻ മനുഷ്യൻ തയ്യാറാകുന്നില്ല. നമ്മളെ പരാജയം അവിടെയാണ്. നമ്മുടെ ഒരു പരാജയമാണത്. നിങ്ങൾ അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ നോക്കുന്നില്ലേ? അഫലായന്നുറൂൻ എന്ന് പറയുന്ന നിങ്ങൾ അത് കാണുന്നില്ലേ, ഇത് കാണുന്നില്ലേ? ഇത് കണ്ടില്ലെങ്കിൽ വേറെ എന്താ കാണാനുള്ളത്? പിന്നെ ഈ പൊട്ടന്മാരായ ചെക്കന്മാരും ചെക്കത്തിയാളും ഇടുന്ന ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇടുന്ന റീലോ അല്ലെങ്കിൽ സ്റ്റോറിയാണോ കാണണ്ടത്? അതൊന്നല്ലല്ലോ കാണണ്ടേ. കാണണമെങ്കിൽ ഇതല്ലേ കാണേണ്ടത്. എന്തുമാത്രം മനോഹരമാണ്, എത്ര മനോഹരാണത്. അതിനെക്കുറിച്ച് വർണ്ണിച്ചാൽ തീരൂ? അത് കണ്ടാൽ അതിന്റെ സൗന്ദര്യം നമുക്ക് മതിയാവൂ? വസഖറ അശംസ വൽ ഖമർ,
പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് നിങ്ങളുടെ അന്വേഷണത്തിന്, നിങ്ങളുടെ ഒരു നിരീക്ഷണത്തിന് ഞാൻ വിടുകയാണ്. ഇതിലൊക്കെ നമുക്ക് നിരീക്ഷിക്കാനും നമുക്ക് അന്വേഷിക്കാനും നമുക്ക് ഉൾക്കൊള്ളാനും നമുക്ക് ആസ്വദിക്കാനും അള്ളാഹ് ഓപ്പൺ ആക്കി വിട്ടു തരികയാണ്. അവിടെ നമ്മളൊന്നും നമ്മുടെ ബുദ്ധി, നമ്മുടെ സർഗാത്മകത, നമ്മുടെ പ്രതിപാദനത്വം ഒന്നും നമ്മൾ വിനിയോഗിക്കൂല. അതൊക്കെ വിനിയോഗിക്കാൻ പാടില്ലാത്ത മേഖലയെ കൊണ്ടുപോയിട്ട് അവിടെയാണ് വിനിയോഗിക്കുക. ഇവിടെയാണ് നമ്മുടെ സഹൃദയത്വം തെളിയേണ്ടത്. ഇവിടെയാണ് നമ്മുടെ പ്രതിപാദനത്വം പിന്നെ അത് വിരിയേണ്ടത്. ഇവിടെയാണ് നമ്മുടെ സർഗശേഷികൾ എല്ലാം ശരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതേപോലെ മറ്റൊരു പ്രതിഭാസം നോക്കൂ, സൂര്യചന്ദ്രന്മാരെ അള്ളാഹു ശരിക്ക് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അവനൊരു നിയമനം വെച്ചു, അവനൊരു വരയാണ് വരച്ചു. ആ നിയമത്തിന്, ആ വരക്ക് അവയെ അവൻ കീഴ്പ്പെടുത്തി. സഖറ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിന് പറയാവുന്ന ഒരു വാക്ക് ടൈം ചെയ്യാന്ന് പറയും. കീഴ്പ്പെടുത്തുക എന്ന് മലയാളത്തിൽ വേണമെങ്കിൽ പറയാം. പക്ഷെ മലയാളത്തിൽ ആ കീഴ്പ്പെടുത്തൽ പൂർണ്ണ ആശയങ്ങൾ മനസ്സിലേക്ക് വരുത്തുന്നില്ല. സയൻസ് ഒക്കെ വായിക്കുന്ന ആളുകൾക്ക് ടൈമിംഗ് ഓഫ് ആറ്റം എന്നൊക്കെ പറയുന്നില്ലേ, ആ സെൻസിലാണ്. എന്ന പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ കീഴ്പ്പെടുത്തിയതാണ്. അവന് വരച്ചു, അവന് സഞ്ചാരപഥം നിശ്ചയിച്ചു, ഇന്നോടത്ത് കൂടി പോയിക്കൊള്ളണം. എത്ര തരം സഞ്ചാരങ്ങളുണ്ട് എന്നാണ് നമ്മളെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ് ഒരു കണക്കൂല്ല. ഭൂമി അത് സ്വയം അതിന്റെ അച്ചുതണ്ടിൽ തിരിയുന്നു. ഞാൻ പറഞ്ഞത് ഈ ഖുർആനല്ല കേട്ടോ പറഞ്ഞത്, ശാസ്ത്രത്തിൽ തന്നെ അവർ പറഞ്ഞ ഒരു തിരിയൽ നോക്കി ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ തിരിയുന്നു രാത്രിയും പകരം. അവർ പറയണാണ് വേറെ. ഈ ഭൂമി അത് സൂര്യനെ വലയം ചെയ്യുന്നു. അപ്പൊ രണ്ടാമത്തൊന്ന്, ഈ സൂര്യനെ വലയം ചെയ്യുന്ന സൂര്യനും സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളും അടക്കമുള്ള സൗരയൂഥം അതെന്ത് ചെയ്യുന്നു? അത് മിൽക്കി വേ എന്ന് പറയുന്ന ഈ ഗാലക്സിയുടെ സെന്ററിനെ, അതിന്റെ കേന്ദ്ര ബിന്ദുവിനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ മിൽക്കി വേ എന്ന് പറയുന്ന നമ്മളുള്ള ഈ നക്ഷത്ര സമൂഹം അത് ഏതോ ഒരു ദിശയിലേക്ക് അതിശീഘ്രം പാഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ ഭൂമി എന്ന് പറയുന്ന ഈ പോയിന്റ് എത്ര തരം ചലനങ്ങൾക്ക്, എത്ര തരത്തിലുള്ള സഞ്ചാരങ്ങൾക്ക് വിധേയമാണ് നമ്മളോട്ട് അറിയുന്നില്ല. നമ്മള് സുഖമായിട്ട് രണ്ട് കയ്യും രണ്ട് കാലും നീട്ടിവെച്ചിട്ട് നമ്മൾ കൂർക്കം വലിച്ച് ഉറങ്ങണ ഒരു ഉറക്കാലോചിച്ച് നോക്കി, ഒരു ചലനം നമ്മളെ ബാധിക്കുന്നില്ല. അപ്പോ ചലനങ്ങളുടെയും ഓട്ടങ്ങളുടെയും പ്രദക്ഷിണങ്ങളുടെയും ഭ്രമണങ്ങളുടെയും ഒരു തല്ലാണ് ഇവിടെ. ഇവര് പറഞ്ഞനുസരിച്ച് തന്നെ അതിന് മനുഷ്യൻ ഇങ്ങനെ ഇതൊക്കെ അള്ള എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുല്ലുൻ യജ്രി ലി അജലിൻ മുസമ്മ. അത് ഏത് വരെ പോകണം, എവിടുന്ന് തുടങ്ങണം, ഏത് വരെ പോകണം, എവിടെ അവസാനിക്കണം, അത് അള്ളാഹു അത് ഡിറ്റർമിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അള്ളാഹ് അത് നിർണയിച്ചു കഴിഞ്ഞിട്ടുണ്ട്, പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ അവധി വരെ തെറ്റാതെ അതങ്ങ് പോകും. രാത്രി പകലിന്റെ മുന്നിലേക്ക് വരികയോ അല്ലെങ്കിൽ പകൽ രാത്രിയുടെ മുന്നിലേക്ക് വരികയോ, രാത്രി പ്ലസ് രാത്രി പിന്നെ പകൽ, അല്ലെങ്കിൽ പകൽ പ്ലസ് പകൽ പിന്നെ രാത്രി, അങ്ങനെ ഒന്നുമില്ല. മറിച്ച് ഈ രാപ്പകലുകൾ അത് ക്രമാനുഗതമായിട്ടാണ് മാറുന്നത്. അവ മാറുന്നതിൽ ഈ രണ്ടു തരത്തിലുള്ള അതിന്റെ ചില സമയങ്ങൾ, ചില രാത്രിയുടേത് പകലിനോ അല്ലെങ്കിൽ പകലിന്റേത് രാത്രിക്കോ വിട്ടുകൊടുത്തുകൊണ്ട് സമയദൈർഘ്യത്തിൽ വരുന്ന ഈലാജ് യൂലിജ് ജില്ലയിൽ വേറെ നടക്കുന്നു. സമയദൈർഘ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാതെ അതൊന്നും ഒന്നിന്റെ മേലേക്ക് ഇങ്ങനെ തെക്കുവീർ ചെയ്യുന്ന, അതിനെങ്ങനെ ഭ്രമണം ചെയ്യിപ്പിക്കുന്ന അത് വേറെ നടക്കുന്നു. അതിനൊക്കെ അള്ളാഹു വരച്ചു വെച്ചിട്ടുള്ള ആ സഞ്ചാരപഥത്തിലൂടെ മാത്രം പോകുന്നു. ആ സഞ്ചാരപഥത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനെ നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുന്നു. ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും. ആ വിധത്തിൽ അതിനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അത് പറഞ്ഞാൽ വശംസു വൽ ഖമറു ബിഹുസ്ബാൻ. സൂര്യനും ചന്ദ്രനും അത് പഠിച്ചു വിട്ടിട്ട് ആകാശത്തെ ലോകത്തേക്ക് കുട്ടികളെ പിന്നെ ഉണ്ടല്ലോ, അവസാനത്തെ പിരീഡ് മാഷന്മാര് നമ്മൾ സാധാരണ ചെയ്യലുണ്ട്, ആളില്ലെങ്കിൽ എന്നാ പിന്നെ ഗ്രൗണ്ടിൽ പോയി കിടാന്നാണ്. ആ കുട്ടികളെ ഒരു പന്ത് കൂട്ടിട്ടിട്ട് ഗ്രൗണ്ടിൽ കണ്ട് ഇറങ്ങിയാലും അവർക്ക് തോന്നിയ മാതിരിന്റെ ഒരു ഓട്ടം ഓടുന്നത്. എന്നൊരു ഓട്ടം ഓടാൻ വേണ്ടി ചന്ദ്രനെയും സൂര്യനെയും വേറെ കുറച്ച് ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും ഇറക്കി വിട്ടതല്ല, മറിച്ച് ശംസു വൽ ഖമറു ബിഹുസ്ബാൻ. അതിന് കൃത്യം, അത് കൃത്യമായി കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ള, കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ആ കണക്കനുസരിച്ചൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റൂല. അള്ളാഹ് അങ്ങനെ കണക്കൂട്ടി വെച്ചതുകൊണ്ടാണ് നമ്മളെ നാസയിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത്ര വർഷത്തിൽ 2025 അല്ലെങ്കിൽ 3000
ഇന്ന ദിവസം ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഗ്രഹണം ഉണ്ടായിരിക്കും, ആ ഗ്രഹണം ഇന്ന സ്ഥലത്ത് കാണാൻ പറ്റും എന്നൊക്കെ ഇവർക്ക് ബടായി വിടാൻ പറ്റുന്നത് ഇവരുടെ കഴിവല്ല, അള്ളാന്റെ ഹുസ്ബാൻ കൊണ്ടാണ്. അപ്പൊ സഹറ ശംസ് വൽ ഖമർ, ആ തസ്ഖീറു ശംസ് വൽ ഖമർ എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ച് നമ്മളിങ്ങനെ ചിരിക്കും. നമ്മളെ മനസ്സ് ഇങ്ങനെ ഇതായിട്ട് വരും, ഒരു വിരിഞ്ഞു വരും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവര് ശാസ്ത്രത്തിൽ നിന്ന് ശാസ്ത്രകാര് പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ആലോചിച്ചാൽ പോലും എന്തെല്ലാം രസാണ്, എന്തെല്ലാം ഹരമാണ്, എന്താണ് ഈ അള്ളാഹ് ഒരുക്കി വെച്ചിട്ടുള്ള ഈ പ്രപഞ്ചത്തിന്റെ ഈ പ്രകൃതിയുടെ ആ ഒരു പൊരുത്തം എന്താണ്, അതിന്റെ ഒരു കൃത്യത എന്താണ്, അതിന്റെ ഒരു മനോഹാരിതം എന്താണ്, അതിന്റെ താളം എന്താണെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. കുല്ലുൻ യജ്രി ലി അജലിൻ മുസമ്മ, എല്ലാം സൂര്യനാകട്ടെ ചന്ദ്രനാകട്ടെ, ഇനി സൂര്യനും ചന്ദ്രനുമല്ലാത്ത മറ്റ് നക്ഷത്രങ്ങളാകട്ടെ, അവയുടെ ഗ്രഹങ്ങളാകട്ടെ ഉപഗ്രഹങ്ങളാകട്ടെ, എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും അടങ്ങി നിൽക്കുന്നില്ല. യജ്രി, അന്യത്ര ചലനമാണ്. അത് ചലിച്ചു കൊണ്ടിരിക്കുന്ന ഇല്ലേ ആചാര്യ മുസമ്മ, അതൊന്നും അങ്ങനെ ഉണ്ടാവുന്ന കരുതണ്ട. അതിനൊരു അവധി വെച്ചിട്ടുണ്ട്, ഒരു പരിധി വെച്ചിട്ടുണ്ട്, ഒരു പരിധി വരെ, അവധി വരേക്ക്. അത് മുസമ്മൻ, പറയപ്പെട്ട അവധിയാണ്. അള്ളാഹ് കണക്കാക്കുകയും പറയുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള അവധി വരേക്ക് അത് ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അലാഹു അൽ അസീസുൽ ഗഫാർ. ഒന്നല്ലേ അറിയും, ഇതെല്ലാം സംവിധാനിച്ച ഈ പ്ലാനും പദ്ധതിയും അത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയവൻ ആരാണ്? ഹുവൽ അസീസുൽ ഗഫാർ. അവൻ അസീസാണ്, അവനെ തോൽപ്പിക്കാൻ പറ്റൂല. അവൻ ഗഫാർ. ആ അള്ളാഹ് നമ്മളോട് കാണിക്കുന്ന കനിവിന്, അവന്റെ ദയക്ക്, അവന്റെ കാരുണ്യത്തിന് അറ്റമില്ല. എന്ത് വിഡിത്തം, എന്ത് തെറ്റുകൾ ചെയ്താലും അള്ളാഹ് ഹലീമാണ്, അള്ളാഹ് ഗഫൂറാണ്. അള്ളാഹ് സഹിക്കുന്നു, അള്ളാഹിന്റെ സഹനം വലുതാണ്. അള്ളാഹ് പൊറുക്കുന്നു, അള്ളാഹ് ഗഫാറാണ്, എല്ലാം പുറത്തു തരുന്നവനാണ്. ആയത്ത് നിങ്ങൾ വായിച്ചു നോക്കി, വായിച്ചാലും പൂതി തീരൂല. ഇതിന് സഅദി പറഞ്ഞിട്ടുള്ള തഫ്സീർ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.